നമസ്കാരം. സ്പോട്ട് ലൈവ് ആരംഭിക്കുകയാണ്. ചില സുപ്രധാനമായ വാർത്തകളിലേക്ക് തന്നെയാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ കടക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയിൽ തൃശ്ശൂരിൽ അറസ്റ്റിലായ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ തൃശ്ശൂർ താന്ത്യം സ്വദേശി യദു ഗിരീഷിനെതിരെ കൂടുതൽ അന്വേഷണത്തിന് പോലീസ് തയ്യാറെടുക്കുകയാണ്. യദുവിൻ്റെ ഇരകളുടെ എണ്ണം പുറത്തു വന്നതിലുമേറെ എന്നാണ് പോലീസ് നൽകുന്ന സൂചന. നിലവിൽ ഇയാൾക്കെതിരെ 3 യുവതികളാണ് പരാതി നൽകിയിരിക്കുന്നത്. മൊത്തം 15 യുവതികളെ പീഡിപ്പിച്ചതായി കണ്ടെത്തിയെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. യുവതികളുടെ നഗ്ന വീഡിയോ ചിത്രീകരിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും യുവതികളിൽ നിന്ന് പണം തട്ടിയെടുത്തതായും പരാതിയിലുണ്ട്. ആജ്ഞ രവീന്ദ്രൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ആജ്ഞ, അടുത്തിടെ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ തുടർച്ചയായി വിവാദങ്ങളിൽ പെടുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. എന്താണ് ഈ കേസിൽ സംഭവിച്ചിരിക്കുന്നത്? പോലീസ് നൽകുന്ന സൂചനയനുസരിച്ച് കൂടുതൽ ഗുരുതരമായ പരാതികൾ ഇനിയും വരാനിരിക്കുന്നു എന്നാണോ? സജിത്ത്, ക്രൈം ഡിറ്റാച്ച്മെന്റ് 26 യുവതികൾ ആണ് പരാതിയുമായി ഇയാൾക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നതെന്നാണ് വ്യക്തമാക്കുന്നത്. ഇയാൾക്കെതിരെ നിലവിൽ 3 യുവതികളുടെ പരാതിയുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് നിരവധി പേരെ ഇയാൾ ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയിൽ സൗഹൃദം സ്ഥാപിക്കുകയും അതിനുശേഷം അവരുമായി പ്രണയത്തിലാവുകയും വിവാഹ വാഗ്ദാനം നൽകി അവരെ പീഡിപ്പിക്കുകയും നഗ്ന വീഡിയോ ചിത്രീകരിച്ച് അത് വെച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ നിലവിൽ ലഭിച്ചിരിക്കുന്ന പരാതികളുടെ അടിസ്ഥാനം. അത് തന്നെയാണ്. അതിൽ ആ പരാതികളിൽ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിച്ചപ്പോഴാണ് കഴിഞ്ഞ ദിവസം 15ഓളം യുവതികളുടെ പരാതികൾ എത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതേസമയം ഇത് 26ഓളം പേരുടെ പരാതിയുണ്ട് എന്നാണ് തൃശ്ശൂർ ക്രൈം ഡിറ്റാച്ച്മെന്റ് അറിയിക്കുന്നത്. എങ്ങനെയാണ് ക്രൈംബ്രാഞ്ചാണ് ഇതുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ചാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് എടുത്തിരിക്കുന്നത്. അതേസമയം പോലീസും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണ്. എന്തായാലും ഇയാൾ ഈ യദു ഗിരീഷ് എന്ന പേരിൽ ഇൻഫ്ലുവൻസറായി നിരവധി ഐഡികളുണ്ട്. ഇയാൾക്ക് ഇൻസ്റ്റഗ്രാം ഐഡികളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്രയും ഇൻഫ്ലുവൻസർ ആയിക്കൊണ്ട് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആയിക്കൊണ്ട് യുവതികളുമായി കൂടുതൽ സൗഹൃദത്തിലാവുകയും അതായത് ഈ ഇൻസ്റ്റഗ്രാമിലൂടെയുള്ള ഫെയിം മുതലെടുത്ത് ഇയാൾ കുറച്ചുകൂടി വീഡിയോസൊക്കെ റീച്ച് ചെയ്യുന്ന സാഹചര്യത്തിലും ഫോളോവേഴ്സ് കൂടുന്ന സാഹചര്യത്തിലുമൊക്കെ ഇത്തരമൊരു സാഹചര്യത്തെ മുതലെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഫിലിപ്പ് മമ്പാടിൻ്റെ എതിരെയുള്ള പരാതികളും അത്തരത്തിലായിരുന്നു. ഇങ്ങനെ ഈ ഇൻഫ്ലുവൻസിങ് നടത്തിയും അതുപോലെ തന്നെ ഇത്തരത്തിൽ മോട്ടിവേഷൻ സ്പീച്ചുകൾ നടത്തിയും ഒക്കെ സ്ത്രീകളെ വലയിലാക്കുകയും അവരെ ഇത്തരത്തിൽ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുകയും ചെയ്യുന്ന നിരവധി പേരാണ് ഈ നിരവധി പേർക്കെതിരെയാണ് അടുത്തു തന്നെ പരാതിയുമായി നിരവധി സ്ത്രീകൾ എത്തിയിരിക്കുന്നത്. അത്തരം പരാതികൾ ഇനിയും ഉണ്ടാകും യദു ഗിരീഷിനെതിരെ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ 26ഓളം പേരെ ചോദ്യം ചെയ്ത് വരിക, അവരുടെ മൊഴിയെടുത്ത് വരികയാണ്. ആ പരാതികളിൽ കൂടുതൽ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുള്ള പോലീസ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഈ യദു ഗിരീഷ് അറസ്റ്റിലായിരിക്കുന്നത് 3 യുവതികളുടെ പരാതിയിന്മേലാണ്. ആ പരാതിയിൽ കൂടുതൽ അന്വേഷണം വ്യാപിപ്പിച്ചപ്പോഴാണ് ഇത്രയധികം പരാതികൾ. കഴിഞ്ഞ ദിവസം 15 ആയിരുന്നു, അത് പിന്നീട് 26 ആയി എന്ന് പോലീസ് അറിയിക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണത്തിൽ തന്നെയാണ് ക്രൈംബ്രാഞ്ചിനാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ യദു ഗിരീഷ് അറസ്റ്റിലാണ്. ഈ അറസ്റ്റിലായതിന് പിന്നാലെ ഉണ്ടായ അന്വേഷണത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇത്തരത്തിൽ യുവതികളുടെ ഭാഗത്തു നിന്നും വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. തങ്ങളെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുകയും നഗ്ന വീഡിയോ ചിത്രീകരിക്കുകയും പണം തട്ടുകയും ചെയ്തു, അത് വെച്ച് ഭീഷണിപ്പെടുത്തുകയും പണം തട്ടുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി. ഇത് ഈ യദു ഗിരീഷ് എന്ന് പറയുന്ന ഇൻഫ്ലുവൻസർ ഒരു ശീലമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ യൂട്യൂബിൽ ഇൻസ്റ്റഗ്രാം വീഡിയോസിൽ ആകൃഷ്ടരായിട്ട് അതിലേക്ക് എത്തുന്ന അതിന് ഫോളോവേഴ്സ് ആയിട്ടുള്ള യുവതികളുമായി സൗഹൃദമുണ്ടാക്കുകയും തുടർന്ന് ഇത്തരത്തിലുള്ള നടപടികളുമായി ഇയാൾ മുന്നോട്ട് പോവുകയായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ അടുത്തിടെ നടക്കുന്ന ഒരു കാര്യം, നമുക്ക് ഇവരെ ഇൻഫ്ലുവൻസർമാർ എന്ന് വിളിക്കാമോ എന്ന കാര്യം പോലും സംശയമാണ്. കാരണം സമൂഹ മാധ്യമങ്ങളിൽ താരങ്ങളാണ്, നിരവധി റീച്ചും ഫോളോവേഴ്സൊക്കെ ഇവർക്കുണ്ട്. അത്തരം ആളുകൾ പലപ്പോഴും ഇത്തരം കേസുകളിൽ പെടുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർക്ക് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ലഭിക്കുന്ന ഒരു താരപരിവേഷമാണ്. അതിലൂടെ കൂടുതൽ ആളുകളെ കൊണ്ടുവരുന്നു, അവരെ സ്വാധീനിക്കുന്നു, അങ്ങനെ തട്ടിപ്പിന് വിധേയമാവുന്നു. ഇതാണ് പലപ്പോഴും പല കേസുകൾ നമ്മൾ കണ്ടുവരുന്നത്. ഈ കേസിനും സമാന സ്വഭാവം ഉണ്ടെങ്കിൽ പോലീസ് ആ ഒരു ഗ്രാവിറ്റിയിൽ തന്നെ അന്വേഷണം നടക്കുന്നു, അങ്ങനെ തന്നെയാണോ മനസ്സിലാക്കുന്നത്?
തീർച്ചയായിട്ടും സജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം ഒരു ചർച്ച തന്നെ നേരത്തെ ഈ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന പദം ശരിയാണോ ഇത്തരത്തിലുള്ള ആളുകൾ? കാരണം പല ആളുകൾക്കുമെതിരെ ഇത്തരത്തിൽ നേരത്തെ പരാതികൾ ഉണ്ടാകുന്നു. അവരൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. അത് സമൂഹത്തിൽ നെഗറ്റീവ് ആയിട്ടുള്ള മെസ്സേജുകൾ കടത്തിവിടുന്ന ആൾക്കാരായാലും മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ആളുകളായാലും അവരൊക്കെ ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ തങ്ങളുടെ മെസ്സേജുകൾ പുറത്തെത്തിക്കുമ്പോഴൊക്കെ ഇൻഫ്ലുവൻസേഴ്സായി മാറുന്നത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യം വളരെ മുൻപ് തന്നെ ചർച്ചയായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഇപ്പോൾ നിലവിൽ ഈ ഫിലിപ്പമ്പാട്ടായാലും ഈ യദു ഗിരീഷ് ആയാലും ഒക്കെ ഇൻഫ്ലുവൻസേഴ്സ് ആണോ, ഇങ്ങനെയാണോ സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടുന്നത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. എന്തായാലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും അതിൻ്റെ അതോറിറ്റിയിൽ നിന്നും അത്തരം ഇടപെടലുകൾ ഉണ്ടാകണം. പ്രത്യേകിച്ചും ഇത്തരം കേസുകളിൽ, അതായത് ഇൻഫ്ലുവൻസർ ആയിരിക്കുന്ന സാഹചര്യത്തിൽ അത് ആ ഒരു റീച്ച്, അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ഒരു റീച്ച്, അതല്ലെങ്കിൽ ആളുകളിലേക്ക്, സമൂഹ മാധ്യമങ്ങളിലേക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകൾ നടത്തുമ്പോൾ ഉണ്ടാകുന്ന, അതിലൂടെ പബ്ലിക്കിലേക്ക് എത്തുന്ന ഒരു റീച്ച്, അത് മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം പോലീസ് എന്തായാലും FIR രജിസ്റ്റർ ചെയ്യുമ്പോഴും, അതല്ലെങ്കിൽ ഫേസ്ബുക്കുമായിട്ടായാലും ഇൻസ്റ്റഗ്രാമുമായിട്ടായാലും അത്തരം കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവാറുമുണ്ട്. അത്തരം ആളുകളെ പാടെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ള ഒരു നീക്കവും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതാണ്. അത് പലപ്പോഴും ഉണ്ടാകുന്നില്ല. പ്രത്യേകിച്ചും ഇത്തരം പരാതികൾ ഉന്നയിക്കുമ്പോൾ തന്നെ ഇയാൾക്കെതിരെ അത് റിപ്പോർട്ട് ചെയ്യാനുള്ള നടപടിക്രമങ്ങളൊക്കെ അതിലുള്ളതാണ്, അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുള്ളതാണ്. അത് ഒരുപക്ഷെ ഈ 26 യുവതികൾ ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തുന്ന സാഹചര്യത്തിലും അത്തരം സാഹചര്യങ്ങൾ മുൻപും ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ അയാളുടെ വീഡിയോയ്ക്ക് ഉണ്ടാകുന്ന റീച്ച്, അത്തരം റീച്ചിന്റെ അടിസ്ഥാനത്തിൽ ഈ യുവതികളെ സ്വാധീനിക്കുകയും അത് പ്രണയം നടിച്ച് അവരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. അവരെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുന്നു, സാമ്പത്തിക ചൂഷണത്തിന് ഇരയാക്കുന്നു. അത്തരം ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസിനുള്ള ഇടമായിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ മാറുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം മൊബൈൽ ഫോണുള്ള ആർക്കും ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്കാണ് ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ നീക്കം. അത് ഫോളോവേഴ്സ് കൂടുന്നതും റീച്ച് കൂടുന്നതും അതാണ് പിന്നീട് അവരുടെ ഒരു ആയുധമാക്കിയെടുക്കുന്നത് എന്ന് വേണം പറയാൻ. അത്തരം ഇടപെടലുകൾ, അത്തരം നടപടിക്രമങ്ങൾ ഇതിനെതിരെ വേണം. ശരിക്കും ശക്തമായ നടപടിക്രമങ്ങൾ വേണം. ഇത്തരം ഈ റീച്ചുകളൊക്കെ മിസ്യൂസ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ തങ്ങൾക്ക് ലഭിക്കുന്ന പിന്തുണ മിസ്യൂസ് ചെയ്യുന്ന സാഹചര്യത്തിൽ അത്തരം നടപടിക്രമങ്ങളും ഇതിന് കൃത്യമായ നിയമ നടപടിക്രമങ്ങളും വേണമെന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പോലീസായാലും ക്രൈംബ്രാഞ്ച് ആയാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ പരാതികളുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലൊരു കേസുകളൊക്കെ പോകുമ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് എത്രത്തോളം സ്ക്രീൻ ചെയ്യപ്പെടുന്നുണ്ട്, അതല്ലെങ്കിൽ ഇയാൾക്കെതിരെയുള്ള, അതായത് ഇൻഫ്ലുവൻസർ എന്നുള്ള ടാഗ് ലൈൻ ഉപയോഗിച്ച് തന്നെയാണ് അയാൾ മറ്റുള്ളവരെ സ്വാധീനിക്കുകയും ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിലേക്കൊക്കെ പോവുകയും ചെയ്യുന്നത്. അതിന് എത്രത്തോളം ഇടപെടലുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്, അത് ഉറപ്പുവരുത്തേണ്ട സാഹചര്യം കൂടിയുണ്ട്. അതിനും കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകണം. പക്ഷെ പൊതുവെ അങ്ങനെ ഉണ്ടാകുന്നില്ല എന്ന് വേണം പറയാൻ. കാരണം ഇയാൾ ഇനിയും ഈ അറസ്റ്റ് കഴിഞ്ഞാൽ റിമാൻഡ് കാലാവധിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും വീണ്ടും ഇയാളുടെ അതൊരു പ്രധാനപ്പെട്ട വരുമാന മാർഗം കൂടിയാണല്ലോ. അത്തരത്തിൽ ഉള്ള ആക്ടിവിറ്റീസിലേക്ക് തിരിച്ചു പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അതായത് പുതിയൊരു ഐഡിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അങ്ങനെയും പോകാനുള്ള സാധ്യതകൾ ഏറെയാണ്. എന്തായാലും അതിനുള്ള ഇടപെടലുകൾ കൂടി വേണം. അത് പോലീസ് ഓൾറെഡി FIR രജിസ്റ്റർ ചെയ്തപ്പോൾ അത്തരം ഇയാൾക്കെതിരെ ഉണ്ടാകുന്ന നടപടിക്രമങ്ങൾ പക്ഷേ ഈ ഇൻസ്റ്റഗ്രാമിൻ്റെയും അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെയും ഒക്കെ അതോറിറ്റി അറിയിച്ചിട്ടുണ്ടാകും. പക്ഷെ അതിലും കൂടുതൽ നടപടിക്രമങ്ങൾ വേണം. ഇത്തരം ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ടാഗ് ലൈനിൽ സമൂഹത്തെ സ്വാധീനിക്കുന്ന ആളുകൾക്ക് അതിനുള്ള മര്യാദയുണ്ടോ, അതിനുള്ള മാനദണ്ഡം എന്താണ്, ഇത്തരം കാര്യങ്ങൾ കൂടി നിലവിൽ വരേണ്ടതുണ്ട് എന്ന് വേണം പറയാൻ സാധിക്കും. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും യദു ഗിരീഷ് ഇയാളാണ് ഇൻഫ്ലുവൻസർ. ഇയാൾക്കെതിരെയാണ് ഇപ്പോൾ തൃശ്ശൂർ ക്രൈംബ്രാഞ്ച് കേസെടുത്ത് മുന്നോട്ട് പോകുന്നത്. 20-ലധികം ആളുകളെ ഇതുവരെ ചതിയിൽപ്പെടുത്തി എന്നതാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. 3 പേരാണ് പരാതിയുമായി രംഗത്ത് വരുന്നത്. പക്ഷേ അതിലും വലിയ വ്യാപ്തിയുണ്ട് ഇയാൾക്കെതിരായ പരാതികൾ എന്നതാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് കരുതുന്നത്. വലിയ ഗുരുതരമായ ആക്ഷേപമാണ് വിവാഹ വാഗ്ദാനം ചെയ്തുകൊണ്ട് തട്ടിപ്പ്, അതിനൊപ്പം തന്നെ നഗ്ന വീഡിയോ ചിത്രീകരിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി പണം തട്ടൽ, ഈ ആക്ഷേപവും ഗിരീഷിനെതിരെയുണ്ട്.
കാസർഗോഡ് ചന്തേര കൂട്ട ബലാത്സംഗ കേസിൽ അന്വേഷണം ഊർജിതമാക്കുകയാണ് പോലീസ്. 16-കാരി പീഡനത്തിനിരയായത് ബന്ധുവിന്റെ ഒത്താശയോടെ എന്നാണ് കണ്ടെത്തൽ. കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടേക്കുമെന്നാണ് പോലീസിന് ലഭിക്കുന്ന സൂചന. വിദേശത്തേക്ക് കടന്ന പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കും. നിലവിൽ 15-കാരനടക്കം 5 പേരാണ് ഈ കേസിൽ പ്രതികളായിട്ടുള്ളത്. ഇതിൽ 2 പേർ പിടിയിലായിട്ടുമുണ്ട്. KV ബൈജു കാസർഗോഡ് നിന്നും ചേരുന്നുണ്ട്. ബൈജു, എന്താണ് ഈ കേസിന്റെ അടിസ്ഥാനം? പോലീസിന്റെ അന്വേഷണം എങ്ങനെ പുരോഗമിക്കും? സൈത്തെ, അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ചന്തേര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് 16 വയസ്സുകാരിയെ ഇത്തരത്തിൽ 1 വർഷത്തോളമായി നിരന്തരം ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്ന് പറയപ്പെടുന്നത്. അത് ഇതിൽ കൂട്ടമായി ഉണ്ട്. നേരത്തെ സജിത്ത് പറഞ്ഞ പോലെ തന്നെ ബന്ധുവിന്റെ ഒത്താശയോട് കൂടിയാണ് ഇങ്ങനെ ഒരു ലൈംഗിക പീഡനം നടന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം, പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. മാത്രമല്ല, ഇതിൽ കൂടുതൽ പേർ പ്രതികളാകും. പോലീസ് അതുകൊണ്ട് തന്നെ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിൽ നിലവിൽ 2 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഈ 2 പേരെ ഇന്നലെ തന്നെ റിമാൻഡ് ചെയ്തിരുന്നു. ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ഇവരെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതിൽ ഒരു 15 വയസ്സുകാരൻ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത. അതായത് അയൽവാസിയായ 15 വയസ്സുകാരൻ കൂടി ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതോടൊപ്പം ഒരു പ്രതി ഇതിൽ നിന്നും ഏതാനും മാസങ്ങൾക്ക് മുൻപ് വിദേശത്തേക്ക് കടന്നിട്ടുണ്ട്. റാഷിദ് എന്ന് പറയുന്ന ഈ പ്രതിക്കായി ലുക്കൌട്ട് സർക്കുലർ ഇറക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ചന്തേര പോലീസ് ഉള്ളത്. എന്തായാലും ബുധനാഴ്ച വൈകിട്ടോടു കൂടിയാണ് ഈ പെൺകുട്ടിയെ കാണാതാകുന്നത്. പിന്നീട് പോലീസും നാട്ടുകാരും വലിയ തോതിൽ തെരച്ചിൽ നടത്തുകയും ഒടുവിൽ തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും ഈ പെൺകുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. പിന്നീട് പെൺകുട്ടിയെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയപ്പോഴാണ് ഇത്തരത്തിൽ പീഡന വിവരം പുറത്തു വരുന്നത്. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ ഇന്നലെ തന്നെ ഇതിൽ 2 പ്രതികളെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു. ഏതായാലും കൂടുതൽ പേർ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ഇത്തരം സ്ഥലങ്ങൾ കാസർഗോഡ് ജില്ലയ്ക്ക് പുറമെ മറ്റ് ജില്ലകളിലേക്ക് ഈ പെൺകുട്ടി എത്തിച്ചിട്ടുണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതോടൊപ്പം ഈ 1 വർഷത്തോളമായി നിരന്തരമായി ഈ പെൺകുട്ടി ഇങ്ങനെ പീഡനത്തിന് ഇരയാവുകയായിരുന്നു. അങ്ങനെ ഇത് പുറത്ത് ആരോടും പറഞ്ഞില്ല. കാരണം ഇവരുടെ മാതാവിന് മാനസികാസ്വസ്ഥമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇത് പുറത്ത് അധികം വിവരം അറിഞ്ഞില്ല. ഇങ്ങനെ ഈ പെൺകുട്ടി ഇവിടെ നിന്നും നാടുവിടാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോൾ അവിടെ നിന്നും പോലീസ് കണ്ടെത്തുകയും പിന്നീട് വിശദമായ മൊഴി ഈ കുട്ടിയെ രേഖപ്പെടുത്തിയപ്പോഴാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളെല്ലാം പുറത്തു വന്നത്. ഇനിയിപ്പോൾ ഇതിന്റെ സാമ്പത്തികമായി ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ അങ്ങനെ നടന്നിട്ടുണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ നിന്നും മറ്റ് ജില്ലയിൽ നിന്നുള്ള ആൾക്കാർ ഇതിൽ ഈ കുട്ടിയെ പീഡിപ്പിക്കുന്നതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിദേശത്തുള്ള ആ പ്രതിയെ കണ്ടെത്തേണ്ടതുണ്ട്. ആ പ്രതിയെ നാട്ടിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പുകളും പോലീസ് നടത്തിയിട്ടുണ്ട്. ഏതായാലും 2 പേർ ഈ കേസിൽ അറസ്റ്റിലായി. ഈ 2 പേരെ നാളെയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോട് കൂടി കസ്റ്റഡി ലഭിക്കുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവരെ വിശദമായി ചോദ്യം ചെയ്ത് ഇതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുകയാണ്. ഏതായാലും ചന്തേര പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ബൈജു, ഒരു കാര്യം കൂടി, ഒരു 15 വയസ്സുകാരനും പ്രതിപ്പട്ടികയിലുണ്ട്. ഗുരുതരമാണ് വിഷയം. ഒപ്പം ഈ പരാതി, ഈ സ്കൂൾ കൗൺസിലിംഗിലാണല്ലോ കുട്ടി ഇക്കാര്യങ്ങൾ പറയുന്നത്. ഈ പരാതി, ഈ സംഭവം പുറത്തറിയാൻ വൈകിയത് പ്രതികൾക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയൊരുങ്ങുന്ന സാഹചര്യം സ്വാഭാവികമായി ഉണ്ടായോ? അങ്ങനെയും കൂടെ ഈ കേസിൻ്റെ ഒരു പശ്ചാത്തലമുണ്ടോ? തീർച്ചയായും അത് തന്നെയാണ് റാഷിദ് എന്ന് പറയുന്ന പ്രതിയുടെ കാര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇയാൾ 2 മാസം മുൻപാണ് വിദേശത്തേക്ക് പോയതെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് പുറത്ത് അറിയാൻ വൈകിയത് തന്നെയാണ് ഇതിന് ഈ പ്രതികൾ ഇങ്ങനെ രക്ഷപ്പെടാനൊക്കെ സാധിച്ചത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സഹോദരി ഭർത്താവ് ഇയാൾ കൂടി ഇതിൽ പ്രതിയാണ്. പക്ഷേ 2 മാസങ്ങൾക്ക് മുൻപ് രോഗബാധിതനായി ഇയാൾ മരണപ്പെട്ടിരുന്നു. ഇയാൾ കേസിൽ പ്രതിയാണെങ്കിൽ ഇയാൾ 2 മാസം മുൻപ് രോഗബാധിതനായി മരണപ്പെട്ടിരുന്നു. ഇയാളുടെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഇയാളുടെ അറിവോട് കൂടിയാണ് ഇങ്ങനെ ഒരു പീഡനമൊക്കെ നടന്നതെന്നാണ് പോലീസ് പറയുന്നത്. ഇതിന്റെ വ്യാപ്തി വർദ്ധിക്കും. കൂടുതൽ ആളുകൾ ഈ പെൺകുട്ടിയെ ഇത്തരത്തിൽ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അത് അന്വേഷണം നടക്കുന്നതുകൊണ്ട് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് ഇപ്പോൾ പങ്കുവെക്കുന്നില്ല. സമൂഹത്തിലെ ഉന്നതരായ ആളുകളുണ്ട്. ഇപ്പോൾ പിടിയിലായവരിൽ, ഇപ്പോൾ അറസ്റ്റിലായവരിൽ അത് വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവരാണ്. പലതരത്തിലുള്ള മേഖലകളിലുള്ള വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവരാണ് പ്രതികളായത്. സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ 15 വയസ്സുകാരൻ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അയൽവാസിയായ 15 വയസ്സുകാരൻ കൂടി ഈ പെൺകുട്ടിയെ ഇത്തരത്തിൽ
ഇത്തരത്തിൽ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ് പുറത്തുവരുന്നത്. ഇനി ഇതിനപ്പുറം കൂടുതൽ ആളുകൾ സമൂഹത്തിൽ ഉന്നതരായ ആളുകൾ ഈ കുട്ടിയെ പീഡിപ്പിച്ചതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇതിൽ അന്വേഷണം നടക്കുന്നതുകൊണ്ട് തന്നെ പ്രതികൾ ഇനിയും ഇത്തരത്തിൽ ഒളിവിൽ പോകാനോ അല്ലെങ്കിൽ നാടുവിടാനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ പോലീസ് ഇത്തരം വിശദാംശങ്ങൾ ഇപ്പോൾ പങ്കുവെക്കുന്നില്ല. പോലീസ് ഏതായാലും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കൂടുതൽ പ്രതികളിലേക്ക് എത്താനുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ അറസ്റ്റിലായവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതോടുകൂടി കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാമ്പത്തികമായ ഏതെങ്കിലും തരത്തിലുള്ള അത്തരം ഇടപാടുകൾ ഇതിൽ നടന്നിട്ടുണ്ടോ, അതല്ല സാമ്പത്തികം മറ്റാരെങ്കിലും ഈ കുട്ടിയെ ചൂഷണം ചെയ്ത് സാമ്പത്തികമായ നേട്ടമുണ്ടാക്കിയിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ പോലീസിന് അന്വേഷിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഊർജിതമായ അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് കടന്നിട്ടുള്ളത്. യെസ്, ബൈജു സൂചിപ്പിക്കുന്നത് പോലെ കാസർഗോഡ് ചന്ദേര പോലീസ് കൂട്ട ബലാത്സംഗ കേസിലാണ് ഇതിൽ അന്വേഷണം നടക്കുന്നത്. ചന്ദേര പോലീസ് അന്വേഷണം നടത്തുകയാണ്. ഇതിൽ കസ്റ്റഡിയിലുള്ളവരെ ഹോസ്ദുർഗ് കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരാൾ ഇപ്പോഴും വിദേശത്താണ്. ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കുന്നു. മറ്റൊരാൾ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഒരു പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടി കൂടി ഉൾപ്പെടുന്നു എന്ന അതിഗുരുതരമായ സാഹചര്യം ഈ കേസിലുണ്ട്. ഇനി നമ്മൾ കൊല്ലത്തേക്കാണ് പോകുന്നത്. കൊല്ലം ശാസ്താംകോട്ടയിൽ BJP ജില്ലാ പ്രസിഡന്റ് മകന് RSS പ്രവർത്തകരുടെ ക്രൂരമർദ്ദനം. കൊല്ലം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദിന്റെ മകനെയാണ് കുമരംചിറ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ RSS പ്രവർത്തകർ ആക്രമിച്ചത്. തലയ്ക്ക് സാരമായി പരിക്കേറ്റ യുവാവ് ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. കേസ് ഒത്തുതീർപ്പാക്കാൻ RSS നേതൃത്വം ഇടപെട്ടിട്ടും രാജീവ് പ്രസാദ് വഴങ്ങാൻ തയ്യാറായിട്ടില്ല. വിനീഷ് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. വിനീഷ്, എന്താണ് ഈ സംഭവം? ഈ ക്ഷേത്ര ഉത്സവത്തിനിടയിലുണ്ടായ തർക്കമാണോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മുൻ വൈരാഗ്യം ഈ സംഭവത്തിന് കാരണമായിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. കൊല്ലം ശാസ്താംകോട്ടയിലെ കുമരഞ്ചിറ എന്ന ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയായിരുന്നു. അപ്പോൾ ഈ ഉത്സവത്തിന് എത്തിയതായിരുന്നു ഈ പൃഥ്വിരാജിന്റെ ഒരു ബന്ധുവും. അപ്പോൾ പൃഥ്വിരാജിന്റെ ബന്ധുവും കുറച്ച് യുവാക്കളുമായിട്ട് തർക്കത്തിൽ ഏർപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഈ തർക്കം പരിഹരിക്കാൻ വേണ്ടിയാണ് അവിടെ പൃഥ്വിരാജ് ഇടപെട്ടത്. ഇത് വലിയൊരു അക്രമത്തിലേക്ക് നയിക്കുകയായിരുന്നു. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. പൃഥ്വിരാജിനെ ഓടിച്ചിട്ട് മർദ്ദിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സംഘം ചേർന്ന് മർദ്ദിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഇതിൽ തലയ്ക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട് ഈ പൃഥ്വിരാജിന്. ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. FIR പറയുന്നത് വധശ്രമം അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ മാരകായുധം അടക്കം ഉപയോഗിച്ച് മർദ്ദിച്ചു എന്നാണ് പൃഥ്വിരാജ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. അപ്പോൾ സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കൊല്ലം BJPയുടെ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റായ രാജീവ് പ്രസാദിന്റെ മകനാണ് ഈ പൃഥ്വിരാജ്. അപ്പോ ഈ സംഘം ചേർന്ന് അക്രമം നടത്തിയത് RSS പ്രവർത്തകരാണെന്നാണ് ലഭിക്കുന്ന വിവരം. അപ്പോൾ നിലവില് ഈ 15 പേർക്ക് എതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കണ്ടാലറിയാവുന്ന 10 പേർക്കെതിരെയും FIRൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഈ പ്രതികളെ ആരും തന്നെ ഇതുവരെ പിടികൂടാൻ സാധിച്ചില്ല. എല്ലാവരും ഒളിവിൽ കഴിയുകയാണ്. അപ്പോൾ ഈ നിലവിൽ ഈ BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് മകനാണ് ഈ മർദ്ദനമേറ്റത്. അപ്പം RSS പ്രവർത്തകർ ആയതുകൊണ്ട് ഈ കേസ് ഒത്തുതീർപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചില ശ്രമങ്ങൾ നടന്നു എന്നാണ് അറിയുന്നത്. പക്ഷേ ഈ ഒത്തുതീർപ്പിൽ നിന്നും തന്നെ ഈ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് വഴങ്ങിയിട്ടില്ല. നിയമപരമായ നടപടി സ്വീകരിക്കണം എന്നുള്ള ആവശ്യവുമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് എന്നാണ് നമ്മളോട് പറഞ്ഞത്. എന്തായാലും പോലീസ് കേസ് എടുത്തിട്ടുണ്ട്, FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രതികൾ പിടിക്കാനുള്ള ഊർജ്ജ ശ്രമം നടത്തുന്നതായിരുന്നു നമുക്കറിയാൻ കഴിയുന്ന സ്ഥിതി. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും വലിയ ഗുരുതരമായ മർദ്ദനമാണ് ഈ യുവാവിന് ഏറ്റത് എന്നാണ് മനസ്സിലാക്കുന്നത്. പൃഥ്വിരാജ് എന്നാണ് യുവാവിൻ്റെ പേര്. ഉത്സവത്തിനിടെ മർദ്ദനമേൽക്കുന്ന ദൃശ്യങ്ങളടക്കം പോവുകയാണ്. കണ്ണൂരിൽ പരിയാരം മെഡിക്കൽ കോളേജിലാണ് ഒരു അക്രമ സംഭവം ഉണ്ടായിരിക്കുന്നത്. പരിയാരം മെഡിക്കൽ കോളേജിൽ യുവാവിൻ്റെ അക്രമ ശ്രമമാണ് ഉണ്ടായത്. ഗർഭിണിയായ ഭാര്യയെ അനുമതിയില്ലാതെ ഡിസ്ചാർജ് ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു അതിക്രമമുണ്ടായത്. ലേബർ റൂമിൽ അതിക്രമിച്ച് കടന്ന് ഫർണിച്ചറുകളും ഡോറും ഇയാൾ തകർത്തു. ജീവനക്കാരെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അക്രമം കാട്ടിയ കാഞ്ഞങ്ങാട് സ്വദേശി റാഷിദിനെ ബലം പ്രയോഗിച്ചാണ് പോലീസ് പിടികൂടിയത്.
സംഭവത്തിൽ പരിയാരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. സുമേഷ് പൊറാഴ കണ്ണൂരിൽ നിന്നും ചേരുന്നു. സുമേഷ്, എന്താണ് ഈ സംഭവം? യുവാവിന്റെ ഇത്തരമൊരു അതിക്രമത്തിന്റെ കാരണം എന്താണ്? പോലീസ് എന്താണ് പറയുന്നത്? സജിത്ത്, ഇന്നലെ രാത്രി 7:30 കൂടിയാണ് ഇത്തരമൊരു അക്രമം നടക്കുന്നത്. ഇയാൾ കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വദേശിയായിട്ടുള്ള റാഷിദ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇതിൽ ആശുപത്രിയിൽ അധികൃതർ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ഇവരുടെ ഭാര്യ ഗർഭിണിയാണ്. കഴിഞ്ഞ 2 ദിവസം മുൻപാണ് ഇവരെ ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. തുടർന്ന് ലേബർ റൂമിലേക്ക് മാറ്റുകയും ചെയ്തു. എന്നാൽ ഇന്നലെ ഈ നഴ്സിംഗ് ഓഫീസറോട് ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾ സംസാരിക്കുന്നു. അതായത് തന്റെ ഭാര്യയെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യണം എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ആവശ്യമായി പറയുന്നത്. അതായത് ഡോക്ടറുടെ അനുമതി ഇല്ലാതെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യണമെന്നാണ് ഈ യുവാവ് പറഞ്ഞത്. എന്നാൽ ഈ അതായത് നഴ്സിംഗ് ഓഫീസർ ഇതിന് തയ്യാറായില്ല. അതായത് ഡോക്ടറുടെ അനുമതി ഇല്ലാതെ രോഗിയെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകാൻ സാധ്യമല്ല. അങ്ങനെ ഈ നഴ്സ് ഇതിന് അനുമതി നൽകിയതുമില്ല. തുടർന്നാണ് ഇത്തരം ഒരു പ്രകോപനം ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അങ്ങനെ ലേബർ റൂമിന്റെ ചില്ല്, അതായത് ഡോർ ചില്ല് അതുപോലെ തന്നെ ഈ ഫർണിച്ചർ ഉൾപ്പെടെ ഇയാൾ നശിപ്പിക്കുകയും ചെയ്തു. ഉടൻ തന്നെ ഈ സെക്യൂരിറ്റി ഉൾപ്പെടെ, ആശുപത്രിയുടെ സെക്യൂരിറ്റി ഉൾപ്പെടെ ഇദ്ദേഹത്തെ കീഴ്പ്പെടുത്തുകയാണ് ചെയ്തത്. അവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് എത്തി ഇദ്ദേഹത്തെ കീഴ്പ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായത്. ഏതായാലും 15,000 രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ പറയുന്നത്. ഏതായാലും ഇദ്ദേഹത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇദ്ദേഹത്തെ അല്പസമയത്തിനുള്ളിൽ തളിപ്പറമ്പ് കോടതിയിൽ ഹാജരാക്കും എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. സജിത്ത്, യെസ്, അതാണ് സംഭവം. പരിയാരം മെഡിക്കൽ കോളേജിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. കാഞ്ഞങ്ങാട് സ്വദേശി റാഷിദിനെ പിന്നീട് ബലം പ്രയോഗിച്ചുകൊണ്ടാണ് പോലീസ് അവിടെ നിന്ന് പിടികൂടിയ ദൃശ്യങ്ങൾ ഒരിക്കലും. ഇനി നമ്മൾ ആലപ്പുഴയിലേക്ക് പോവുകയാണ്. ആലപ്പുഴയിൽ അറിയാം, ഏറെ വിവാദമായതാണ് വണ്ടാരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവും അതിൻ്റെ തുടർ വിവാദങ്ങളും. ഈ സംഭവത്തിൽ ചില നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഈ പോലീസിൻ്റെ കേസ് എടുത്ത നടപടിയാണ്. വകുപ്പ് മേധാവിയായിരുന്ന ഡോക്ടർ ലളിതാംബികയ്ക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ ഈ ലളിതാംബികയാണ് ഏറെ വിവാദപരമായ വിചിത്രമായ ചില മറുപടികളൊക്കെ പറഞ്ഞ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. അതേസമയം ഈ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഷാഹിദ് ഉൾപ്പെടെയുള്ളവർ നിലവിൽ പ്രതികളല്ല എന്ന സാഹചര്യമുണ്ട്. സംഭവത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ റിപ്പോർട്ട് ഇന്ന് കൈമാറും. ചികിത്സാ പിഴവിന് ഇരയായ ഉഷ ജോസഫിൻ്റെ ശസ്ത്രക്രിയ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ തുടരുകയും ചെയ്യുക. ശരണ്യ സ്നേഹജൻ ചേരുന്നു ആലപ്പുഴയിൽ നിന്നും. ശരണ്യ, ഇന്ന് മെഡിക്കൽ റിപ്പോർട്ട് വരേണ്ടതുണ്ട്. അപ്പോൾ ആ റിപ്പോർട്ടിൽ ആരാണ് കുറ്റക്കാരെന്ന ഒരു വ്യക്തത ആ റിപ്പോർട്ടിൽ ഒരുപക്ഷെ ഉണ്ടായേക്കാം. അങ്ങനെയെങ്കിൽ തുടർ നടപടി നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം ഈ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ലളിതാംബികയ്ക്കെതിരെ മാത്രം എന്ന സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നത് എന്നതാണ്. സംസ്ഥാനത്ത് ചികിത്സാ പിഴവ് ഒരു വലിയ രാഷ്ട്രീയ വിവാദമാണ്. ആരോഗ്യമന്ത്രിക്കെതിരെ വലിയ നീക്കങ്ങളും സംഭവങ്ങളും നടക്കുന്നതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ ഇതുണ്ടാവുന്നത്. ശരണ്യ ചേരുന്നുണ്ട്. ശരണ്യ, മെഡിക്കൽ റിപ്പോർട്ട് ഇന്ന് വരുമെന്ന് കരുതുന്നു. ആ റിപ്പോർട്ടിൽ കൃത്യമായി ആർക്കൊക്കെയാണ് ഇതിൽ വീഴ്ച എന്ന കാര്യം സൂചിപ്പിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് തന്നെയല്ലേ ഉണ്ടാവാൻ സാധ്യത? സജിത്ത്, ഇന്ന് ഇപ്പോൾ യുവതിയുടെ, അതായത് ഉഷയുടെ ശസ്ത്രക്രിയ കൊച്ചിയിൽ നടന്നിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ഒരു സാഹചര്യം എന്തായിരുന്നു, ഗർഭാശയം നീക്കം ചെയ്ത ശസ്ത്രക്രിയയിലാണോ ഇത് സംഭവിച്ചെന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആലപ്പുഴയിൽ നിന്ന് പ്രധാനമായി നൽകാനുള്ളത് അന്നത്തെ ഒരു ടീമിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും അവർക്ക് എന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുമാണ്. ആരൊക്കെ ഇതിനകത്ത് ഉത്തരവാദികളായി വരുന്നുണ്ട് എന്നുള്ള പരിശോധനകളുമാണ് ആലപ്പുഴയിൽ ആരോഗ്യ മേഖല കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ പ്രധാനപ്പെട്ടതായി ഉള്ളതെന്ന് പറയുന്നത്, ഇന്നലെ തന്നെ റിപ്പോർട്ട് കൈമാറണമെന്ന് DME നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന് ആലപ്പുഴയിൽ നിന്നും ഡോക്ടർ രമ്യയുടെ നേതൃത്വത്തിലുള്ള RMO, ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ RMOയാണ്, അവരുടെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാരുടെ സംഘം, ഫോറൻസിക് വിഭാഗത്തിലെ ഡോക്ടർമാർ ഉൾപ്പെടെ ഈ ടീമിൽ ഉണ്ടായിരുന്നു. അവർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രാഥമികമായ നടപടിക്രമങ്ങളിലേക്ക് പോയിരിക്കുന്നത്. അതായത് സസ്പെൻഷൻ അടക്കമുള്ള ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ ഉള്ള ആളുകൾക്കെതിരെയുള്ള നടപടി വന്നിരിക്കുന്നത്.
അത് കൂടാണ്ട് ഈ പോലീസ് നടപടിക്രമങ്ങളിലേക്കും ഇവിടെ കടന്നിട്ടുണ്ട്. അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്നത്തെ ഗൈനക്കോളജി വിഭാഗം ഹെഡായിരുന്ന ആ യൂണിറ്റിന്റെ ഹെഡായിരുന്ന ഡോക്ടർ ലളിതാംബികയ്ക്കെതിരെ പോലീസ് കേസും എടുത്തിട്ടുണ്ട്. ആ പോലീസ് കേസിലേക്ക് പോകാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പോൾ അവർ ആരോഗ്യ വകുപ്പിൽ ഇല്ല എന്നുള്ളതാണ്. റിട്ടയർഡ് ആയ ഒരു എംപ്ലോയി ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റ് നടപടിക്രമങ്ങൾ, നിയമപരമായ നടപടിക്രമങ്ങളിലേക്ക് അവരെ കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായും അതിന് പുറത്ത് പോലീസിന് മാത്രമാണ് അത് അന്വേഷിക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഇന്നലെ ഉഷയുടെ സഹോദരന്റെ ഭാര്യയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അമ്പലപ്പുഴ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. വന്നിട്ടുണ്ട്. അവര് ഈ പൂർണ്ണമായ റിപ്പോർട്ട് ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ സമർപ്പിക്കുമ്പോൾ ഇതിനകത്ത് അന്തിമ തീരുമാനം അറിയാൻ കഴിയും. അതാണ് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾ ഇനി പ്രതീക്ഷിക്കുന്നത്. ശരണ്യ, ഒരു കാര്യം കൂടി, ഡോക്ടർ മുൻ മേധാവി ലളിതാംബികയ്ക്കെതിരെയാണ് പോലീസിൻ്റെ കേസ്, മറ്റുള്ളവർക്ക് സസ്പെൻഷൻ നടപടിയാണ്. മറ്റ് വകുപ്പ് തല നടപടികളൊന്നും അവർക്കെതിരെ സാധ്യമല്ല, വിരമിച്ച ഉദ്യോഗസ്ഥയാണ്. ആ ഒരു രീതിയിലാണ് പോലീസ് കേസ് അവർക്കെതിരെ തന്നെ ഉണ്ടാവുന്നത്. ഒപ്പം ഈ പരാതിക്കാരുടെ മൊഴിയും പണം നൽകിയെന്നും മറ്റുമുള്ള മൊഴികളും അവർക്കെതിരെയാണല്ലോ, അതുകൊണ്ടാവാം കേസ് അങ്ങനെയായി മാറുന്നത് അല്ലേ? തീർച്ചയായിട്ടും. അതായത് ഈ ഡോക്ടർക്കെതിരെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഒന്ന്, ഡോക്ടർ മെഡിക്കൽ കോളേജിലെ ചുമതല ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അവർ മറ്റൊരു സംവിധാനത്തിലേക്ക് മാറി എന്നുള്ളതാണ്. അതായത് സ്വകാര്യ പ്രാക്ടീസ് നടത്തിയിട്ടുണ്ട് എന്നുള്ള ഗുരുതരമായ ആരോപണം ഈ ഉഷയുടെ മകൻ ഉന്നയിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, അതിനകത്ത് സംഭവിച്ചിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഡോക്ടറെ ആണ് മുഴയുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്ക് ആദ്യം ഉഷ സമീപിക്കുന്നത്. തുടർന്ന് ഡോക്ടർ ലളിതാംബികയുടെ റെഫറൻസ് പ്രകാരമാണ് അവരുടെ തന്നെ യൂണിറ്റായ വണ്ടാരം മെഡിക്കൽ കോളേജിലേക്ക് ഇവർ ശസ്ത്രക്രിയയ്ക്ക് എത്തുന്നു എന്നുള്ളതാണ്. ആ ശസ്ത്രക്രിയയുടെ തലേ ദിവസവും ഇവരിൽ നിന്ന് ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് പണം നൽകിയിട്ടുണ്ടെന്ന് ഈ കുടുംബം ആരോപിക്കുന്നു. അത്തരത്തിലുള്ള ഗുരുതരമായ വിഷയങ്ങൾ ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. അത്തരം ആരോപണങ്ങൾ ശരിയാണോ എന്നടക്കമുള്ള പരിശോധനകൾ ആവശ്യമുണ്ട്. അതിന് ഒരു എക്സ്റ്റേണൽ ഏജൻസി തന്നെ അത് പരിശോധിക്കുന്നത് കൊണ്ട് തന്നെയാണ് പോലീസ് ആ കേസ്, കാരണം ഈ ഒരു സർജറിയിലേക്ക് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചതും അതും ഇവരുടെ അണ്ടറിലാണ് സർജറി നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് ഇന്നലെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് തന്നെ സ്ഥിരീകരിച്ചിരുന്നു. അത്തരം സ്ഥിരീകരണങ്ങളിലേക്ക് വരുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ പോലീസിന്റെ ഒരു നടപടി കൂടി ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വളരെ ഗൗരവത്തോടു കൂടി സർക്കാർ ഈ വിഷയത്തെ കാണുന്നു. കാരണം പാവപ്പെട്ട ഒരു തൊഴിലുറപ്പ് തൊഴിലാളിയായ വീട്ടമ്മയാണ് 5 വർഷക്കാലം കത്രിയയ്ക്ക് സമാനമായ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണവുമായി അത് വയറ്റിൽ വെച്ച് അവർക്ക് നടക്കേണ്ടി വന്നിട്ടുള്ളത്. അത് ആ കാലയളവിലെല്ലാം അവർ അനുഭവിച്ച ആരോഗ്യ പ്രശ്നങ്ങൾ, വേദന, ഒപ്പം തന്നെ ശാരീരിക ബുദ്ധിമുട്ടുകൾ, കാരണം അവർക്ക് മറ്റ് പ്രശ്നങ്ങൾ, രക്തവാർച്ച ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അത്രയും ഗുരുതരമായ വിഷയങ്ങൾ അവർ അനുഭവിച്ചു. ഈ കഴിഞ്ഞ ദിവസം മാത്രമാണ് ഇങ്ങനെ ഒരു എക്യുപ്മെന്റ് ഇതിനകത്ത് പറ്റിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയത്. ഒരുപക്ഷെ ആദ്യം ഒരു ചികിത്സയിലേക്ക് പോയില്ലെങ്കിൽ ഇത് ആരും അറിയാതെ നടന്നു പോകും, അല്ലെങ്കിൽ ശരീരത്തിൽ ഉണ്ടാകുമായിരുന്നു. അതിനുശേഷം വന്ന ഡോക്ടർ ലളിതാംബികയുടേതായിട്ട് വന്ന പ്രതികരണങ്ങളൊക്കെ തന്നെ വലിയ പ്രകോപനം ആളുകൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലവിൽ ഇത്തരം ഒരു നടപടിക്രമങ്ങളിലേക്കൊക്കെ സർക്കാർ കടന്നിട്ടുള്ളത്. എന്തായാലും മറ്റു കേസുകളിൽ നിന്ന് വിഭിന്നമായി കുറച്ചുകൂടി ശക്തമായ നിലപാടാണ് ഇതിലെടുത്തിട്ടുള്ളത്. സജിത്. ശരണ്യ, ഒപ്പം തന്നെ ഈ കൊച്ചിയിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ട് പ്രകാരം ഗുരുതരമായ ആരോഗ്യാവസ്ഥയിലേക്ക് നിലവിൽ ഉഷ കടന്നിട്ടില്ല. അവർക്ക് ഏറ്റവും സുരക്ഷിതമായ ശസ്ത്രക്രിയ നടത്താനാവും, പെട്ടെന്ന് ഭേദപ്പെടും എന്നൊരു പ്രതീക്ഷയാണ് ഡോക്ടർമാരും പങ്കുവയ്ക്കുന്നത്. നിലവിൽ ആലപ്പുഴയിൽ നിന്നും കുടുംബാംഗങ്ങളെല്ലാം ആശുപത്രിയിൽ ഉണ്ടാവുമല്ലേ? അതിൻ്റെ പുരോഗതി എന്തെങ്കിലും ലഭ്യമാവുന്നുണ്ടോ നമുക്ക്? നിലവിൽ ആരോഗ്യാവസ്ഥയെ സംബന്ധിച്ച് മറ്റ് പ്രശ്നങ്ങൾ പറയുന്നില്ല. കാരണം പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും ഇതിനകത്ത് ഇങ്ങനെ ഒരു ഉപകരണം വയറിനകത്ത് കിടക്കുമ്പോൾ അതിൽ സ്വാഭാവികമായും അതിനകത്ത് മറ്റ് നമ്മുടെ ശരീരത്തിലെ ടിഷ്യൂ ഒക്കെ അതിന് ചുറ്റുമായി വരാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡോക്ടർമാരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ആധികാരികമായി പറയാൻ നമ്മൾ ആളല്ല, എങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ കൂടി അവരൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ബോഡിയിൽ ഒരു സാധനം അകത്ത് കിടക്കുമ്പോൾ സ്വാഭാവികമായി ശരീരത്തിൽ ഉണ്ടാകുന്ന സാധാരണ ഇത്തരത്തിൽ ടിഷ്യൂകളൊക്കെ ഇതിനെ കവർ ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്തായാലും നിലവിലെ ഉഷയുടെ അവസ്ഥയെ സംബന്ധിച്ച് പ്രശ്നങ്ങളില്ല. ഇത് കണ്ടെത്തിയത് കൊണ്ട് തന്നെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഉള്ളത്. അവിടെ ഇന്ന് വിജയകരമായി തന്നെ ഒരു എക്സ്പെർട്ട് ടീം തന്നെ അവിടെ ഉണ്ട്. അവർക്ക് അത് വിജയകരമായി തന്നെ ഇത് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇതിന് പുറത്തെടുക്കാനും കാര്യങ്ങളിലേക്ക് പോകാനും കഴിയുമെന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് കുടുംബവും പങ്കുവെക്കുന്നത്.
നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ എന്ന് പറയുന്നത് ഇത് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ്. കാരണം ഗർഭാശയം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയിലാണ് അന്ന് ഉഷ വിധേയായത്. ഒപ്പം തന്നെ ഉഷ 3 കിലോയോളം വരുന്ന ഒരു വലിയ മുഴയും ഉണ്ടായിരുന്നു. അത്രയും നീക്കം ചെയ്ത് ആണ്, ഓവറികൾ ഉൾപ്പെടെ നീക്കം ചെയ്താണ് ആ ശസ്ത്രക്രിയ അന്ന് നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആഴത്തിലുള്ള ഒരു ഭാഗത്തേക്കാണ് ഇത് ഉള്ളിലേക്ക് അത് കിടക്കാമെന്നൊക്കെയാണ് ഈ ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് അടക്കമുള്ള ആളുകൾ നമ്മളോട് വിശദീകരിച്ചത്. അതിനെ സംബന്ധിച്ച് നമുക്ക് ആധികാരികമായി ശാസ്ത്രീയമായി പറയാൻ കഴിയില്ല. അവരങ്ങനെയാണ് നമ്മളോട് വിശദീകരിച്ചത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒക്കെ ഉണ്ട് എന്നുള്ളതുണ്ട്. എന്തായാലും അവരനുഭവിച്ച 5 വർഷക്കാലം അവരനുഭവിച്ച വേദന എന്തായാലും അവരനുഭവിച്ച 5 വർഷക്കാലം അവരനുഭവിച്ച വേദന തന്നെയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തെന്ന് പോലും കണ്ടെത്താനാവാതെ അവർ പറഞ്ഞ വാക്കുകൾ നമ്മളെ ഏറെ സങ്കടപ്പെടുന്നതായിരുന്നു. അതായത് പാമ്പേഴ്സ് ഉപയോഗിച്ചാണ് താൻ തൊഴിലുറപ്പ് ജോലിക്ക് ഉൾപ്പെടെ പോയിരുന്നതെന്ന് പറഞ്ഞ ആ വീട്ടമ്മ പൊട്ടിക്കരയുകയാണ്. അപ്പോൾ അവരുടെ ഒരു അതീവ ദയനീയമായ ഒരു സാഹചര്യമാണ്. സർക്കാർ ആശുപത്രികളെ, പ്രത്യേകിച്ച് വണ്ടാനം മെഡിക്കൽ കോളേജിന് ഇപ്പോൾ ആശ്രയിക്കുന്നത് തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഈ 5 വർഷ കാലയളവിൽ ആശുപത്രിക്കെതിരെ ഉയർന്നു വരികയും ഒപ്പം തന്നെ മൃതദേഹം അടക്കം മുന്നിൽ വെച്ച് ആളുകളെ പ്രതിഷേധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് മരണങ്ങളെ സംബന്ധിച്ച ആക്ഷേപങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ള ഘട്ടത്തിലും അവരൊക്കെ ചികിത്സ തേടി എത്തുന്നത് ഈ പറഞ്ഞ പോലെ സാമ്പത്തിക പ്രതിസന്ധിയുള്ള ആളുകളായതുകൊണ്ട് തന്നെയാണ്. എന്തായാലും എല്ലാവരും സഹായിച്ചിട്ട് അവരുടെ ശസ്ത്രക്രിയ വിജയകരമായി അവിടെ തന്നെ എറണാകുളത്ത് തന്നെ അത് സ്വകാര്യ ആശുപത്രിയിൽ സുരക്ഷിതമായ സാഹചര്യത്തിൽ പൂർത്തീകരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിലും പോലും ഇത് ഈ ഉണ്ടായ അനാസ്ഥ ഒരിക്കലും വിട്ടുകളയാനാവാത്തത്ര ഗുരുതരമാണ്. സജിത്, ശരണ്യ സൂചിപ്പിച്ചതാണ് സാഹചര്യം. എന്തായാലും ഇന്ന് പ്രധാനപ്പെട്ട ദിവസമാണ്. ആരോഗ്യവകുപ്പിൻ്റെ റിപ്പോർട്ട് വരും. ആ റിപ്പോർട്ടിലുണ്ടാകുന്ന തുടർ നടപടി പ്രധാനപ്പെട്ടതാണ്. 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ സിസ്റ്റത്തിൻ്റെ തകരാറാണ് എന്ന ന്യായം പറഞ്ഞ് ഡോക്ടർമാർക്ക് മാറി നിൽക്കാനാകുമോ എന്ന ചോദ്യമാണ്. കാരണം മെഡിക്കൽ കൗൺസിൽ എന്ന ഔദ്യോഗിക ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്ത് മെഡിക്കൽ പ്രാക്ടീഷണർമാരായി ഇറങ്ങുന്ന ഡോക്ടർമാർക്ക് എത്ര തന്നെ സംവിധാനങ്ങളുടെ വീഴ്ചയുണ്ടെങ്കിലും ഈ ഇതിൽ കൃത്യമായ ഉത്തരവാദിത്തമില്ലേ? 2, നമ്മുടെ സംവിധാനങ്ങളുടെ വീഴ്ചയാണ്. അതിൽ ആരോഗ്യ വകുപ്പ് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. അത് സ്വാഭാവികമാണ്. എന്തായാലും ഈ വരാൻ പോകുന്ന റിപ്പോർട്ടിൽ എന്ത് നടപടി എന്നതിൽ വ്യക്തത ഉണ്ടാവും. ആരാണ് ഇതിൻ്റെ ഉത്തരവാദി എന്ന ചോദ്യത്തിൽ കൂടി വ്യക്തത ഉണ്ടാവണം. എന്തായാലും അത് സംബന്ധിച്ച തുടർ നടപടികൾ കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു ഇടവേളയാണ്, വേഗത്തിൽ മടങ്ങി വരണം. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അടുത്തിടെ നറുക്കെടുത്ത ക്രിസ്തുമസ് ബമ്പർ ലോട്ടറിയുടെ നറുക്കെടുപ്പ്, അതിൻ്റെ സമ്മാന തുക ആർക്ക്, അതിൻ്റെ 1ാം സമ്മാനാർഹൻ ആര് എന്നതിൽ അവ്യക്തത ഇപ്പോഴും തുടരുകയാണ്. 2 അവകാശവാദം ഉന്നയിച്ച് 2 പേർ രംഗത്തുണ്ട് എന്നതാണ് സാഹചര്യം. എന്തായാലും ഈ ബമ്പർ ഭാഗ്യക്കുറിയുടെ സമ്മാന വിതരണം നടത്തുന്നത് ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ്. ഹൈക്കോടതി ഈ നീക്കം നടത്തിയത് പിറവം സ്വദേശിയും മുൻ പോലീസ് ഉദ്യോഗസ്ഥനുമായ സജിമോൻ്റെ ഹർജിയിലാണ് ഈ നടപടിയെടുത്തിരിക്കുന്നത്. 27 ലോട്ടറി ടിക്കറ്റ് ഹാജരാക്കാൻ ലോട്ടറി വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോടതി. ലോട്ടറി വകുപ്പിന് ഹൈക്കോടതി നോട്ടീസും അയച്ചിട്ടുണ്ട്. ടിക്കറ്റ് തൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടെങ്കിലും അതിൽ തൻ്റെ പേരും വിലാസവും ഒപ്പുമുണ്ടെന്നാണ് സജിമോൻ വാദിക്കുന്നത്. ലോട്ടറി വകുപ്പിൽ ടിക്കറ്റ് ഹാജരാക്കിയത് യഥാർത്ഥ ഉടമയല്ലെന്നും സജിമോൻ പ്രതികരിച്ചു. കോടതിയുടെ ഭാഗത്തുനിന്ന് വളരെ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ ഞാൻ സന്തോഷനാണ്. ഈ ടിക്കറ്റ് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അത് യഥാർത്ഥ അവകാശിക്ക് തന്നെ ടിക്കറ്റ് സമ്മാനം ലഭിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ പരാതിയായിട്ട് മുന്നോട്ട് പോകുന്നത്. എൻ്റെ ടിക്കറ്റിനകത്ത് ഞാൻ എൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഒപ്പും രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ആരെങ്കിലും അത് ഹാജരാക്കിയിട്ടുണ്ടെങ്കിൽ ആ ടിക്കറ്റിൻ്റെ സത്യാവസ്ഥ പൂർണ്ണമായി അന്വേഷിച്ച് സമ്മാനം കൊടുക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ എൻ്റെ ടിക്കറ്റ് നഷ്ടപ്പെട്ടത് ഇവിടെ കൊറിയർ സ്ഥാപനത്തിൽ വെച്ചാണെന്നും എനിക്ക് ഉറപ്പുണ്ട്. അതിനെക്കുറിച്ചും കൂടുതൽ അന്വേഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നവമി ദിനേശ് ചേരുന്നു. നവമി, ഒരു ടിക്കറ്റിൻ്റെ നറുക്കെടുപ്പ്, അതിൻ്റെ ഉടമയെ തേടിയുള്ള ഇങ്ങനെയുള്ള ഒരു സാഹചര്യം അപൂർവമാണ്, സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല. നവമി രാവിലെ ഇദ്ദേഹത്തെ കണ്ട് നേരിട്ട് സംസാരിച്ചതാണ്. എനിക്ക് ഓർത്തെടുക്കാനാവുന്നത്, ഇതിൻ്റെ നറുക്കെടുപ്പ് നടന്നപ്പോൾ കോട്ടയം സ്വദേശിയാണ്, കോട്ടയത്താണ് ഈ ലോട്ടറി അടിച്ചിരിക്കുന്നത് എന്നതായിരുന്നു അന്നുണ്ടായിരുന്ന ചില സൂചനകൾ. അതാണ് ലോട്ടറി വകുപ്പിൻ്റെ കണക്ക് പ്രകാരം. ഇദ്ദേഹം എവിടുന്നാണ് ലോട്ടറി എടുത്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചായിരുന്നു രാവിലെ നവമിയോട്.
സജിത്ത്, എന്തായാലും വൈകിയാണെങ്കിലും തന്നെ തേടി ഈ ഭാഗ്യം എത്തും എന്ന് വിശ്വസിച്ച് ഇരിക്കുകയാണ് പിറവം സ്വദേശിയായ സജിമോൻ കെ. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നുമാണ് ഡിസംബറിൽ അദ്ദേഹം ഡിസംബർ 1 ഈ ലോട്ടറി എടുക്കുന്നത്. ആ ലോട്ടറി ഇതിൽ 1ാം സമ്മാനം അടിച്ച ടിക്കറ്റിന്റെ നമ്പർ XC138455 എന്നായിരുന്നു. ഇപ്പൊ സ്ഥിരമായി ലോട്ടറി എടുക്കുന്ന ഒരാളാണ് സജിമോൻ. ഈ ഓണം ക്രിസ്മസ് ബമ്പർ ആയപ്പോൾ അതും എടുക്കുകയും ചെയ്തു. അതിനിടയിലാണ് അദ്ദേഹത്തിന്റെ ഒരു സ്വകാര്യ ട്രാവലർ ഉണ്ട്, അതിൽ തീർത്ഥാടകരുമായി ശബരിമലയിലേക്ക് പോവുകയായിരുന്നു. വിശാഖപട്ടണത്ത് നിന്നുള്ള അയ്യപ്പന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം അന്ന് ലോട്ടറി എടുത്ത ശേഷമാണ് അദ്ദേഹം ആ ട്രാവലറിൽ പോയി തിരിച്ച് വരുന്ന വഴിക്ക് ഈ അയ്യപ്പന്മാര് വാങ്ങിയ നെയ്പാത്രം അത് കൊണ്ടുപോകാൻ ഇവർ മറന്നുപോയി. അപ്പോൾ അത് സജിമോനോട് കൊറിയർ അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ഇപ്പൊ സജിമോൻ അയ്യപ്പന്റെ അവിടെ വെച്ച് പൂജിച്ചതല്ലേ, ശബരിമലയിൽ അല്ലേ ഈ ടിക്കറ്റിന് തനിക്ക് തന്നെ 1ാം സമ്മാനം അടിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ടിക്കറ്റ് ഈ കവറിലിട്ട്, അതായത് ഈ നെയ്പാത്രമുള്ള കവറിലിട്ട് പൂജാമുറിയിൽ വെച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം ഈ ടിക്കറ്റിന്റെ കാര്യം അദ്ദേഹം മറന്നു പോവുകയും ഈ നെയ്പാത്രം നേരെ പിറവത്തുള്ള കൊറിയർ ഓഫീസിൽ എത്തിച്ച് ഈ കവറോടുകൂടി കൊടുത്ത ശേഷം അത് ഈ കൊറിയർ അദ്ദേഹം പറയുന്നത് താനത് പാക്ക് ചെയ്തിരുന്നില്ല. അപ്പോൾ കൊറിയർ ഓഫീസിൽ തന്നെ കൊടുത്ത ശേഷം പാക്ക് ചെയ്ത് ഈ അഡ്രസ്സിലേക്ക് വിശാഖപട്ടണത്തേക്ക് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം മടങ്ങുകയും ചെയ്തു. ഈ ലോട്ടറി അതായത് ഈ സമ്മാന ദിവസം, ഈ ലോട്ടറിന്റെ നറുക്കെടുപ്പ് ദിവസമാണ് അദ്ദേഹം ഇത് ലൈവായി തന്നെ മൊബൈൽ ഫോണിലൂടെ കാണുകയും ചാനലിലൂടെ കാണുകയും ടിക്കറ്റ് അടിച്ച് തനിക്കാണെന്ന് മനസ്സിലായി. അദ്ദേഹം ഒരു ജോലി സ്ഥലത്ത് നിൽക്കുകയായിരുന്നു. ഒപ്പം 2-3 അതിഥി തൊഴിലാളികളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ലോട്ടറി അടിച്ച ശേഷം അദ്ദേഹത്തിന് ലഭിച്ചു എന്നറിഞ്ഞ സന്തോഷത്തിൽ അദ്ദേഹം വീട്ടിലേക്ക് വരുന്ന വഴിക്ക് അദ്ദേഹത്തിന്റെ സൈറ്റിൽ വെച്ച് ചെറിയൊരു അപകടം ഉണ്ടാവുകയും അദ്ദേഹം വീണ് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തു. പെട്ടെന്ന് അദ്ദേഹത്തിന് കുറച്ച് അബോധാവസ്ഥയിലൊക്കെ ആയി കുറച്ചു ദിവസം ആശുപത്രിയിലായിരുന്നു. ബോധം വന്നപ്പോൾ തന്നെ ഭാര്യയോട് പറഞ്ഞു തനിക്കാണ് ആ ലോട്ടറി 1ാം സമ്മാനം അടിച്ചത്, വേഗം പോയിട്ട് ആ ലോട്ടറി തപ്പിയെടുക്കൂന്ന് പറഞ്ഞു. വീട്ടിൽ വന്ന് ഭാര്യ അദ്ദേഹവും കൂടി ലോട്ടറി തപ്പിയിട്ട് അത് കിട്ടിയതുമില്ല. ഈ വീഴ്ചയിൽ അദ്ദേഹത്തിന് മറവിക്കും ചെറിയൊരു ക്ഷതം സംഭവിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിനെ തുടർന്ന് പിന്നീട് ഒരുപാട് ചിന്തിച്ചെടുത്തപ്പോഴാണ് ഈ നെയ്പാത്രത്തിലാണല്ലോ താൻ ഈ ലോട്ടറി ഇട്ടിരുന്നതെന്ന് ഓർക്കുന്നു. ഉടനെ തന്നെ ഈ വിശാഖപട്ടണത്തുള്ളവരെ വിളിക്കുമ്പോൾ പറയുന്നത് പാത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഈ നെയ്പാത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിൽ ആ കവർ ഉണ്ടായിരുന്നില്ല എന്ന്. പിന്നീട് അദ്ദേഹം കൊറിയർ ഓഫീസിൽ ചെല്ലുന്നു. അവിടെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അങ്ങനെ ഒരു ടിക്കറ്റേ താൻ കണ്ടിട്ടില്ല എന്ന്. പക്ഷെ അദ്ദേഹം ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നത് കൊറിയർ ഏജൻസിയിൽ നിന്ന് തന്നെയായിരിക്കും ഈ ലോട്ടറി ടിക്കറ്റ് മാറ്റിയിട്ടുണ്ടാകുക, അവരായിരിക്കും തിരുവനന്തപുരത്ത് ഈ ലോട്ടറി വകുപ്പിന് കൈമാറിയിട്ടുണ്ടായിരിക്കുക എന്ന് ഉറച്ചു തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തെ സംബന്ധിച്ച് അതിൽ കൃത്യമായിട്ടുള്ളൊരു തെളിവ് ആ ടിക്കറ്റിൽ തന്റെ പേര്, മേൽവിലാസം, ഫോൺ നമ്പർ, ഒപ്പ് ഇതെല്ലാം ഉണ്ടെന്നാണ്. സാധാരണ അങ്ങനെ ലോട്ടറിയിൽ അദ്ദേഹം ചെയ്യാറില്ല. ഇതെന്തോ ആ സമയത്ത് അങ്ങനെ തോന്നി, അത് ചെയ്തു എന്ന് കൂടി സജിമോൻ പറയുന്നു. എന്തായാലും ഭാഗ്യം ഏതൊക്കെ വഴിക്കാണ് വരുന്നതെന്ന് നമ്മൾ ഇത് കേട്ട് അതിശയിച്ചു പോയിരിക്കുകയാണ് സജിത്ത്. എന്തായാലും ആ ടിക്കറ്റ് അദ്ദേഹത്തിന് തിരിച്ചു കിട്ടട്ടെ, 1ാം സമ്മാനം അദ്ദേഹത്തിന് തന്നെ കിട്ടട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. കാരണം സജിമോൻ പറഞ്ഞത് തനിക്ക് തന്റെ ടിക്കറ്റ് അതാണെന്ന് ഉറപ്പുണ്ട്, അതുകൊണ്ടാണ് കോടതി അടക്കം സമീപിച്ചിരിക്കുന്നത്. ആദ്യം പിറവം പോലീസിന് പരാതി നൽകി. പിറവം പോലീസ് ഈ കൊറിയർ സെന്ററിൽ കയറി CCTV ശേഖരിച്ച് കോടതിയിൽ ഹാജരാക്കി. ഈ ടിക്കറ്റ് ലോട്ടറി വകുപ്പിനോട് 27-ാം തീയതി കോടതിയിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒപ്പും പേരും ഒക്കെ ഉണ്ടെന്നാണല്ലോ പറയുന്നത്. അതുകൂടി കോടതി പരിശോധിച്ച ശേഷം അതിന്റെ ഉടമസ്ഥൻ സജിമോനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സമ്മാനത്തുക സജിമോന് തന്നെ കൈമാറാനാണ് കോടതി. അങ്ങനെ ഒരു ഘട്ടത്തിലേക്കായിരിക്കും കോടതിയും എത്തുക എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും സജിമോൻ വലിയ ആശ്വാസത്തിലാണ്, അതിനപ്പുറം ആത്മവിശ്വാസത്തിലാണ്. തന്നെ ആ ഭാഗ്യദേവത തേടിയെത്തും, ആ ടിക്കറ്റ് തന്റേതാണെന്ന് ഉറച്ചു തന്നെ വിശ്വസിക്കുകയാണ് സജിമോൻ. യെസ് നവമി, എന്തായാലും ഈ ഭാഗ്യവാൻ ആര് എന്നതിൽ കോടതി തന്നെ ഒരു ഉത്തരം പറയേണ്ടി വരും. അതൊരു ദൈവതർക്കത്തിലേക്ക് പോകുന്നു എന്നതുകൂടിയാണ് സാഹചര്യം. ഒരുപക്ഷേ ഒരു ബമ്പർ ലോട്ടറി വലിയ തുകയാണ്, അതുകൊണ്ട് തന്നെ അതിന് അവകാശം ആർക്ക് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. വലിയൊരു പ്രശ്നമുണ്ടാകും. സജിമോൻ്റെ ഹർജിയിൽ കോടതി തടഞ്ഞിട്ടുണ്ട് സമാന വിതരണം. പക്ഷേ നിലവിൽ ഈ ലോട്ടറി ടിക്കറ്റ് കൈവശമുള്ളയാളും സ്വാഭാവികമായും നിയമവഴിക്ക് തേടാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അതൊരു തർക്ക വിഷയമായി മാറിയേക്കാം. തൻ്റെ പേര് രേഖപ്പെടുത്തി എന്നതുകൊണ്ട് സജിമോൻ്റെ അവകാശവാദം നിലനിൽക്കുമോ, അതല്ലെങ്കിൽ ലോട്ടറി ഇപ്പോൾ കൈവശമുള്ള വ്യക്തി അവകാശവാദം ഉന്നയിച്ചാൽ അതെങ്ങനെ പോകും, അതല്ലെങ്കിൽ ഇരുവരും വീതിച്ചെടുക്കുമോ, ഇങ്ങനെയുള്ള വലിയൊരു തർക്ക വിഷയം തന്നെയായി ഇത് മാറാനുള്ള സാധ്യതയുണ്ട്. ക്രിസ്തുമസ് ബമ്പർ ലോട്ടറിയുടെയാണ് ഉടമസ്ഥനാര് എന്ന ഒരു തർക്ക വിഷയമായി മാറുന്നത്. പാറശാലയിൽ സൈബർ തട്ടിപ്പിലൂടെ ലക്ഷങ്ങൾ തട്ടിയ കേസിൽ മുഖ്യപ്രതി പിടിയിൽ.
കൊടവിളാകം സ്വദേശിയായ അരുണിനെയാണ് പാറശാല പോലീസ് പിടികൂടിയത്. അരുണിന്റെ വീട്ടിലെ പരിശോധനയിൽ നിരവധി ബാങ്ക് അക്കൗണ്ടുകളും പാസ്ബുക്കുകളും ചെക്കുകൾ, ATM കാർഡുകൾ, സിം കാർഡുകൾ എന്നിവയും പോലീസ് കണ്ടെത്തിയിരുന്നു. അരുൺ മോഹൻ ചേരുന്നു. അരുൺ, എന്താണ് വിശദാംശം? ദിവസമാണ് ഈ കുടവിളാകം സ്വദേശിയായ അരുൺ എന്ന 22-കാരനെ പാറശാല പോലീസ് പിടികൂടുന്നത്. പറയുന്നതനുസരിച്ച് നിരവധി സൈബർ തട്ടിപ്പ് കേസിലെ ഒരു പ്രധാന പ്രതിയാണ് ഈ അരുൺ എന്നുള്ളതാണ് പാറശാല പോലീസ് പറയുന്നത്. ഈ CY ഹണ്ടിന്റെ പോലീസിന്റെ CY ഹണ്ട് ഓപ്പറേഷന്റെ ഭാഗമായി നടത്തിയ സ്റ്റേഷൻ പരിധിയിൽ നടത്തിയ പരിശോധനയിൽ സൈബർ തട്ടിപ്പ് നടത്തിയ പ്രതികളുടെ ഒരു ലിസ്റ്റ് എടുക്കുന്നു. ആ ലിസ്റ്റിൽ ഒരു പ്രധാന കണ്ണിയായി വന്നിരുന്നതായിരുന്നു ഈ പറയുന്ന അരുണിന്റെ വീട്ടിൽ ഉൾപ്പെടെ പരിശോധന നടത്തിയിരുന്നു. പരിശോധന നടത്തിയാണ് നേരത്തെ സൂചിപ്പിച്ച നിരവധി പാസ്ബുക്കുകൾ, ID കാർഡുകൾ, സിമ്മുകൾ തുടങ്ങിയ വിവിധ ബാങ്ക് അക്കൗണ്ടുകൾ, ഇടപാടുകൾ ഇവയെല്ലാം പോലീസ് കണ്ടെത്തുന്നത്. ഇത് 4 മാസം മുമ്പായിരുന്നു ഇത്തരത്തിലൊരു പരിശോധന നടത്തിയിരുന്നത്. ഈ സമയത്ത് പോലീസ് തന്നെ വലവിരിക്കുന്നു എന്ന് അറിഞ്ഞതിനെ തുടർന്ന് അരുൺ ജില്ല വിട്ടു പോവുകയായിരുന്നു എന്നാണ് പോലീസ് മനസ്സിലാക്കിയത്. എന്നാൽ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇദ്ദേഹം ബാംഗ്ലൂരിൽ താമസിക്കുകയായിരുന്നു. പോലീസിന് അതൊരു വിവരം കിട്ടുകയായിരുന്നു. തുടർന്ന് പോലീസ് അവിടെ നിന്നാണ് ഈ പറയുന്ന അരുണിനെ പിടികൂടുന്നത്. ആഡംബര ജീവിതം നയിച്ചു വരികയാണ്. തട്ടിപ്പിലൂടെ കിട്ടുന്ന പണം ഉപയോഗിച്ച് ആഡംബര ജീവിതം നയിച്ചു വരുന്ന ഒരു പശ്ചാത്തലമാണ് ഇദ്ദേഹത്തിനുണ്ടായിരുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഇത് പിടികൂടുകയായിരുന്നു. തുടർന്ന് പാറശാലയിൽ എത്തിച്ച് നെയ്യാറ്റിൻകര കോടതിയിലേക്ക് ആക്കുന്നു. ഇനിയും മറ്റ് ആർക്കെങ്കിലും ഒക്കെ ഇതിലൊക്കെ പങ്കുണ്ടോ? കാരണം ഇയാൾക്ക് രാജ്യാന്തര തലത്തിലുള്ള ചില ബന്ധങ്ങളുമുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ വാദം. എന്തായാലും ഇയാളെ ഇപ്പോൾ പോലീസ് കോടതിയിൽ ഹാജരാക്കി തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുമെന്നാണ് നമുക്ക് പാറശാല പോലീസ് വ്യക്തമാക്കുന്നത്. അരുൺ, ഒരു കാര്യം കൂടി, അതായത് സാധാരണ ഈ സൈബർ തട്ടിപ്പ് കേസുകളിലെ പ്രതികളൊന്നും പിടികൂടാറില്ല. അവരൊന്ന് നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാൻ നിരവധി തടസ്സങ്ങളുണ്ടായിരുന്നു. ഇതൊരു യുവാവ് കൂടിയാണ്, മലയാളിയാണ്, തിരുവനന്തപുരം സ്വദേശിയാണ്, പാറശാല സ്വദേശിയാണ്. ഇയാൾ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് തട്ടിപ്പ് നടത്തിയിരുന്നത്? അങ്ങനെയൊക്കെ വ്യക്തത പോലീസ് വരുത്തുന്നുണ്ടോ? തീർച്ചയായും ആ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത പോലീസ് പറയുന്നില്ല. കാരണം ഇയാളുടെ രീതി എന്ന് പറയുന്നത് പാസ്ബുക്കുകൾ, ഇദ്ദേഹത്തിന് നേരത്തെ സ്വകാര്യ ധന ഇടപാട് സ്ഥാപനത്തിൽ ഇദ്ദേഹത്തിന് ചില ഇടപാടുകൾ ഉണ്ടായിരുന്നു. ഈ സമയത്ത് ലഭിച്ചിരുന്ന ATM കാർഡുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന പാസ്ബുക്കുകൾ, ആധാർ തുടങ്ങിയവ ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ചില പാസ്ബുക്കുകൾ തയ്യാറാക്കി ഇതിലൂടെ പണം ശേഖരിക്കുന്ന ഒരു തട്ടിപ്പാണ് ഇയാൾ നടത്തി വന്നിരുന്നത് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇദ്ദേഹത്തിന് നേരത്തെയും സാമ്പത്തികമായ ചില തിരിമറിയെ തുടർന്ന് സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന്, ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്താക്കിയ ഒരു പശ്ചാത്തലം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. തുടർന്നായിരുന്നു ഇത്തരത്തിലുള്ള തട്ടിപ്പിലേക്ക് ഇദ്ദേഹം മുഴുനീളം പോയതെന്നാണ് പോലീസിന്റെ ഒരു രീതി. നേരത്തെ സൂചിപ്പിച്ചത് ശരിയാണ്. ഇത്തരത്തിലൊരു സൈബർ തട്ടിപ്പ് അത് പോലീസ് വളരെ ഗൗരവമായി പലപ്പോഴും എടുക്കാറില്ല എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. കാരണം നമുക്കറിയാം, ഇന്ത്യൻ ആർമിയുടെ ഫോട്ടോ പതിപ്പിച്ചു പോലും ഇവിടെ സൈബർ തട്ടിപ്പ് നടത്തി. പാറശാല സ്റ്റേഷനിൽ തന്നെ അത്തരത്തിൽ 7 പരാതികൾ സൈബർ ഫോട്ടോകൾ പതിപ്പിച്ച ഇന്ത്യൻ ആർമിയാണെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ആൾക്കാരിൽ ലക്ഷങ്ങൾ തെറ്റിയ കേസുകൾ നമുക്കറിയാം. പാറശാലയിലായാലും വെള്ളറ അല്ലെങ്കിൽ നെയ്യാറ്റിൻകര സ്റ്റേഷൻ DSP പരിധിയിൽ നിരവധി കേസുകളുള്ള ഒരു പശ്ചാത്തലത്തിലാണ്. അവിടെ ആണ് ഈ പറയുന്ന ഒരു പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത്. ഏകദേശം ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു പശ്ചാത്തലം തന്നെയാണ് ഈ പറയുന്ന ഇരയായവരുടെ കാര്യത്തിൽ നോക്കുമ്പോൾ. അരുൺ സൂചിപ്പിച്ചതുപോലെയാണ്. അതായത് ഈ സൈബർ തട്ടിപ്പിൻ്റെ പ്രതികൾ, അവരെ പലപ്പോഴും പിടികൂടുക ബുദ്ധിമുട്ടാണ്. ഇവരെപ്പോഴും കാണാമറയത്തിരുന്ന് ആണ് ഈ വെല്ലുവിളി നടത്തുന്നത്. പലപ്പോഴും പിടികൂടാൻ പരിമിതമായ സാഹചര്യങ്ങളുള്ളൂ. പക്ഷേ എന്തായാലും ഇവിടെ ഒരു യുവാവിനെ പിടികൂടുന്നു. ഇയാളുടെ വലിയ ബന്ധങ്ങൾ എന്താണെന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ നമ്മൾക്ക് പല സൈബർ കേസുകളും, തട്ടിപ്പിന് വിധേയമായിട്ടുള്ള പല കേസുകളുമായി ഇദ്ദേഹത്തിന് ബന്ധമുണ്ടോ, എന്താണ് ഇയാളുടെ തട്ടിപ്പ് രീതികൾ, വലിയ വിപുലമായ ഒരു ശൃംഖലയുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതാണ്. പോലീസ് തെളിവുകൾ ശേഖരിക്കുകയാണ്. യാദൃശ്ചികമായി നടത്തിയ ചില അന്വേഷണങ്ങളാണ് ഈ പ്രതിയിലേക്ക് എത്തി എന്നതാണ് അരുൺ മോഹൻ റിപ്പോർട്ട് ചെയ്തത്. ശബരിമല സ്വർണ്ണക്കള്ള കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ തന്ത്രി കണ്ഠർ രാജീവർക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായിരുന്ന N. വാസുവിനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുരുക്ക് വരികയാണ്. ഇരുവരോടും മാർച്ച് ആദ്യവാരം, അടുത്ത ആഴ്ചയോളം എന്നാണ് കേൾക്കുന്നത്, ED ഹാജരാവാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സ്വർണ്ണക്കൊള്ള കേസിൽ SITയുടെ പ്രതിപ്പട്ടികയിലുള്ള മുഴുവൻ ആളുകളെയും ED ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് നടപടി. നവമി ദിനേശ് ചേരുന്നു. നവമി, കണ്ഠർ രാജീവർ സ്വാഭാവിക ജാമ്യം തേടി പുറത്തിറങ്ങിയ ആളല്ല. അദ്ദേഹം ജാമ്യഹർജിയിൽ ഉന്നയിച്ച വാദങ്ങൾ ഒരു പരിധിവരെ കോടതി അംഗീകരിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. അതേസമയം N. വാസു സ്വാഭാവിക ജാമ്യത്തിലാണ് പുറത്തിറങ്ങിയത്. ED ഇരുവരെയും വിളിച്ചു വരുത്തുമ്പോൾ സാമ്പത്തിക ഇടപാടുകൾ, ഇപ്പോൾ സ്വാഭാവികമായിട്ടും തന്ത്രി
അനധികൃതമായ വലിയ നിക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. പത്തനംതിട്ടയിലെ ഒരു സ്വകാര്യ ബാങ്കിൽ നിക്ഷേപിച്ച തുകയൊക്കെ പുറത്തു വന്നതാണ്. എൻ വാസുവിൻ്റെ സാമ്പത്തിക ഇടപാടുകളും അന്വേഷിക്കുമായിരിക്കണം. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വരുമ്പോൾ ഒരിടത്തു നിന്നും കണ്ഠര് രാജീവർക്ക് കുരുക്കഴിയുമ്പോൾ മറ്റൊരിടത്ത് കുരുക്ക് മുറുകുന്നു എന്ന സാഹചര്യം ഉണ്ടാകുമോ? സജിത്ത്, ഇതിപ്പോൾ നമുക്കറിയാം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട SITയുടെ പട്ടികയിലുള്ള എല്ലാവരെയും തന്നെ ED ചോദ്യം ചെയ്യുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നമ്മൾ കണ്ടതാണ്. ജയറാമിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. ഇനിയിപ്പോൾ അടുത്തതായി നോട്ടീസ് അയച്ചിരിക്കുന്നത് SIT രജിസ്റ്റർ ചെയ്ത കേസിലെ 3ാം പ്രതിയായിട്ടുള്ള N വാസുവിനെയും ഒപ്പം തന്ത്രി കണ്ഠരര് രാജീവരെ കൂടിയാണ്. ഇതിൽ തന്ത്രിയെ സംബന്ധിച്ച് ചെറിയൊരു ആശ്വാസം എന്നുള്ളത് വിജിലൻസ് കോടതി അദ്ദേഹത്തിന് ജാമ്യം നൽകി. 41ാമത്തെ ദിവസമാണ് അദ്ദേഹത്തിന് ജാമ്യം നൽകിയത്. മറ്റു പ്രതികളെല്ലാം സ്വാഭാവിക ജാമ്യം നൽകി പുറത്തിറങ്ങുമ്പോഴാണ് അദ്ദേഹത്തിനെതിരെ കൃത്യമായിട്ടുള്ള തെളിവില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ കേസുമായി ബന്ധപ്പെട്ട് പങ്കുണ്ടെന്ന് തെളിയിക്കാൻ SITക്ക് കഴിഞ്ഞില്ല എന്നുള്ള രീതിയിലേക്ക് കോടതി ഒരു നിരീക്ഷണം നടത്തിയതിനു ശേഷമാണ് അദ്ദേഹത്തിന് ജാമ്യം നൽകിയത്. അത് തന്നെയാണ് ഇപ്പോൾ EDയുടെ മുന്നിലേക്ക് വരുമ്പോഴും അദ്ദേഹത്തിന് ഒരു ആശ്വസിക്കാനുള്ള ഒരു വകുപ്പ് കോടതിക്ക് നൽകിയ ആ ഒരു ജാമ്യം തന്നെയാണ്. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന്റെ ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് സജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ഫിനാൻഷ്യൽ സ്ഥാപനവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ 2 കോടിയോളം രൂപ അതിലുണ്ടെന്ന് SITയുടെ നിഗമനമുണ്ടായിരുന്നു. പക്ഷെ അതുപോലും കൃത്യമായി തെളിയിക്കാൻ SITക്ക് കഴിഞ്ഞിട്ടുമില്ല. ആ കേസുമായി ബന്ധപ്പെട്ട് ഈ EDക്ക്, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ളയിൽ കിട്ടിയ ഏതെങ്കിലും തുക ഉണ്ണികൃഷ്ണൻ പോറ്റി തന്ത്രിക്ക് നൽകിയിട്ടുണ്ടോ, ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നാണ് ED പ്രധാനമായും അന്വേഷിക്കുന്നത്. അതിന്റെ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇനിയിപ്പോൾ ചിലപ്പോൾ ഇതിന്റെ സാക്ഷിയായിട്ടായിരിക്കുമോ തന്ത്രിയെ ED ഈ കേസിലെ ചേർക്കുക എന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. തന്ത്രിയെ സംബന്ധിച്ച് ഇപ്പോൾ കോടതിയിൽ നിന്നും വന്നിരിക്കുന്ന അല്ലെങ്കിൽ കോടതിയുടെ നിരീക്ഷണമാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസകരമായിട്ട് നിൽക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്ത്രി തന്നെ പറയുന്നു, ഈ ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടൊക്കെ താൻ അതിനെ എതിർത്തിരുന്നു. അതിന്റെയൊക്കെ വൈരാഗ്യം സർക്കാരിന് തന്നോടുണ്ടായിരുന്നു. തന്നെ മനഃപൂർവ്വം ഈ കേസിൽ കുടുക്കുകയായിരുന്നു. താൻ ഒരിടപാടും നടത്തിയിട്ടില്ല. തന്ത്രി എന്ന നിലയിൽ ശബരിമലയിലെ ഈ കാർമ്മിക കാര്യങ്ങൾ മാത്രമാണ് താൻ വഹിച്ചിരുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു കാര്യവും തനിക്ക് അറിയില്ല എന്നതാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും വിജിലൻസ് കോടതിയുടെ ആ ഒരു നിരീക്ഷണം തന്നെയാണ് ഇപ്പോൾ തന്ത്രിയെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടിരിക്കുന്നത്. പക്ഷേ ED ഏത് വിധത്തിലാണ് ആ അന്വേഷണത്തെ നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ ഈ ഒരു നിരീക്ഷണത്തെ നോക്കിക്കാണുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. മറ്റൊന്ന് N വാസുവാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടതും അതോടൊപ്പം തന്നെ സ്വർണ്ണപ്പാളികൾ എന്ന് തിരുത്തി, സ്വർണം എന്നുള്ളത് തിരുത്തി ചെമ്പാക്കി മാറ്റി, ചെമ്പെന്ന് തിരുത്തി എഴുതിയതും N വാസുവാണെന്നാണ് SITയുടെ നിരീക്ഷണം. 90 ദിവസം അദ്ദേഹം ജയിലിൽ കടന്നതിന് ശേഷമാണ് സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നത്. എന്തായാലും അടുത്ത ആഴ്ച തിങ്കളും ചൊവ്വയുമായിട്ട് രണ്ടുപേരോടും ഹാജരാകാനാണ് ED ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓരോ ആളുകളിലേക്ക് അവസാനം ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് വരെ അന്വേഷണം എത്തുന്ന തരത്തിലേക്കാണ് EDയുടെ ഇപ്പോഴത്തെ നീക്കം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നീക്കം ആരംഭിച്ചു. എല്ലാവരെയും വിളിച്ചു വരുത്തുമെന്നതാണ് നീക്കം. അതിന്റെ തുടർ നീക്കങ്ങൾ ഉണ്ടാവാം. ഇന്നലെ മലപ്പുറം ജില്ലയിൽ ഏറെ ദുഃഖകരമായ ഒരു വാഹനാപകടം നടന്നു. ഒരു ലോറി ഒരു ക്വാറിയിലേക്ക് വീണ് ഒരാളുടെ ജീവൻ നഷ്ടമായ സംഭവം. ഇതിനെ ഇടയാക്കിയത് ബ്രേക്ക് നഷ്ടമായ ലോറി മരങ്ങൾക്കിടയിൽ ഇടിപ്പിച്ച് നിർത്താൻ ശ്രമിച്ചു. പക്ഷേ അത് പരാജയപ്പെട്ടു. ഇങ്ങനെയാണ് ഈ യാദവനാട്ടെ അപകടത്തിന് കാരണമായത്. റോഡിന് 50 മീറ്റർ അകലെയുള്ള ക്വാറിയിലേക്ക് ലോറി കൂപ്പുകുത്തി വീഴുകയായിരുന്നു. ജനവാസം കുറഞ്ഞ മേഖലയിലുണ്ടായ അപകടം തൊട്ടടുത്തുള്ള വീട്ടുകാർ കണ്ടതുകൊണ്ട് മാത്രമാണ് ഇത് പുറം ലോകം അറിഞ്ഞതുപോലും. റോഡരികിൽ സുരക്ഷാ മുൻകരുതൽ ബോർഡുകളും ബാരിയറുകളും സ്ഥാപിക്കണമെന്ന ആവശ്യം ഇതോടുകൂടി ഒന്നുകൂടി ശക്തമാവുകയാണ്. അപകട സ്ഥലത്ത് നിന്നും CV അനുമോദിന്റെ റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ ദിവസം ലോറി അപകടത്തിൽപ്പെട്ട ആദവനാട് ആണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ നിൽക്കുന്ന മേഖല സ്പിന്നിംഗ് മില്ലിൻ്റെ ഭാഗം എന്നാണ് പറയുക. ഒരു 3 കൂടിയ ജംഗ്ഷനാണ്. ഇവിടുന്ന് കാർത്തല ഭാഗത്തു നിന്നും വരുന്ന റോഡാണിത്. ഈ റോഡിലൂടെയാണ് ബ്രേക്ക് നഷ്ടപ്പെട്ട ലോറി കുതിച്ചു പാഞ്ഞ് വന്നത്. ഈ റോഡിൻ്റെ വലതുവശത്ത് തന്നെ ഒരു ഉപയോഗശൂന്യമായ ക്വാറി നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ ഈ ഒരു ക്വാറിയിലേക്ക് വീഴേണ്ട എന്ന് വിചാരിച്ച് ഡ്രൈവർ വാഹനം ഇടത്തോട്ട് വിട്ടിച്ചതാകാം. അങ്ങനെ ഈ റോഡിലൂടെ കുതിച്ചു പാഞ്ഞു വന്ന ലോറി നേരെ ഇവിടേക്ക് ഇടിച്ച് കയറുകയാണ് ഉണ്ടായത്. ഒരുപക്ഷെ നിയന്ത്രണം നഷ്ടമായതുകൊണ്ടാകാം ലോറി പിന്നെയും ഇടത്തോട്ട് നീങ്ങി ക്വാറിയിലേക്ക് പോയത്. നേരെ
പോവുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു മരങ്ങളിലൊക്കെ തട്ടി നിന്ന് ഒരു ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ നിയന്ത്രണം തെറ്റിയ ലോറി നേരെ ഇവിടെ ഈ റോഡിൽ നിന്ന് ഏകദേശം ഒരു 30 മീറ്ററിലധികം 50 മീറ്ററോളം ദൂരെയാണ് ഈ ഒരു ഒഴിഞ്ഞ കോറയുള്ളത്, പാറമടയുള്ളത്. ഈ ഒരു പാറമടയിലേക്ക് ലോറി നേരെ മൂക്കുകുത്തി വീഴുകയായിരുന്നു. ഏകദേശം 90കളിലൊക്കെ പ്രവർത്തനം അവസാനിപ്പിച്ച പാറമടയാണിത്. 70 അടിയിലേറെ ആഴമുണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അത്രയും ആഴത്തിലേക്കാണ് ഈ ലോറി വീണത്. നമുക്ക് ഈ കോറയിലെ വെള്ളത്തിൽ കാണാം ലോറിയിലെ സാധനങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ ഇതിൽ ചിതറിക്കിടക്കുന്നത് കാണാം. ഒരു ഭഗീരഥ പ്രയത്നം തന്നെയായിരുന്നു ഈ ലോറി പുറത്തെടുക്കാൻ വേണ്ടി വന്നത്. എന്നുണ്ടെങ്കിൽ ഈ അപകടത്തെക്കുറിച്ച് പ്രദേശവാസികൾ പറയുന്നത് ഇപ്രകാരമാണ്. പ്രതീക്ഷിക്കാത്ത അപകടമാണ്. കാരണം വെച്ചാൽ അവിടുന്ന് ഇറക്കിറങ്ങി വരുമ്പോൾ യാദൃശ്ചികമായിട്ട് വന്ന അപകടമാണിത്. ബ്രേക്ക് പോയി എന്നാണ് വണ്ടിയുടെ പറഞ്ഞേക്കുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് അവർ ചിലപ്പോൾ സുരക്ഷിതത നോക്കി താഴത്തേക്ക് ഇറക്കിയതിൽ വണ്ടി ചിലപ്പോൾ കുത്തിത്തിരിഞ്ഞ് ചാടിയതാവാനാണ് സാധ്യത. ഈ ഒരു കോറയിൽ മുമ്പ് എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ? അതിന്റെ മുന്നേ ഒരു ഓർമ്മയിൽ പറഞ്ഞേക്കണ്ട ഒരു വണ്ടി പോയത് അതാ കോറിയില പോയത് അപ്പുറത്തെ പോയത്. ഇത് ആർക്കും ഇത് അറിയപ്പെട്ടില്ല. ഇപ്പോഴാണ് ഇതൊക്കെ ചിലർ അറിയുന്നത് ഈ കോറി ഇവിടെ ഉണ്ടെന്ന്. കാരണം ഇതൊക്കെ കാട് കെട്ടി കിടക്കാണ്. അപ്പൊ ആരും ശ്രദ്ധിക്കൂല. അങ്ങനെ ആയിരിക്കും സാധാരണ വാഹനങ്ങൾ വരാൻ ഒരു സാധ്യത ഇല്ല. ഇത് പറഞ്ഞാൽ ഡയറക്റ്റ് വരുന്ന ഇറക്കത്തിൽ നിന്ന് വരുമ്പോൾ ബ്രേക്ക് പോയിട്ടുണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു അനുമാനത്തിൽ വരുന്ന കാരണം. അത് കാരണമാണ് ഈ ഭാഗത്തേക്ക് ഇങ്ങനത്തെ ഇങ്ങോട്ട് വണ്ടി വരലില്ല. ഇവിടെ പണ്ടൊരു നിസ്സാന്തമാര് തന്നെ വന്നിട്ട് അത് അങ്ങോട്ടാ ചാടിയത്, അപ്പുറത്തേക്ക് ചാടി. അത് വലിയ ചെറിയ പരിക്കുകളോട് കൂടി രക്ഷപ്പെട്ടു. ഇങ്ങോട്ടെത്തില്ല, അത് നേരെ ആ ചാലിക്കാ പോയത്. ആ ചാലിനോട് ചാടിയിട്ട് അങ്ങോട്ടാ വന്നത്. അത് കാരണം ചെറിയ പരിക്കല്ല, അത്യാവശ്യം നല്ല പരിക്കുണ്ടായിരുന്നു. അത് ഇതേമാതിരി തന്നെ ജീവൻ തിരിച്ചു കുട്ടികൾക്ക്. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇത് ബൈ ചാൻസ് വന്നൊരു സംഭവമാണ്. ആർക്കും ഒന്നും പറയാൻ ഒന്നും ചെയ്യാൻ പറ്റാതെ സ്വന്തം ഓടി കിടക്കണോണ്ട് കാട് പിടിച്ച് കിടക്കണോണ്ട് ശ്രദ്ധയിൽപ്പെടാത്തൊരു സിറ്റുവേഷൻ വന്നതെന്നുള്ളതാണ്. ഏറെ മണിക്കൂറുകൾ നീണ്ടുനിന്ന പ്രയത്നത്തിനൊടുവിലാണ് ഈ ലോറി പുറത്തേക്ക് എത്തിച്ചത്. അത് ക്രെയിൻ ഉപയോഗിച്ച് 8 മണിക്കൂറുകളിലെ ഏറെ സമയമെടുത്താണ് ലോറി പുറത്തെടുത്തത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം ഈ ഒരു ക്യാബിൻ വെട്ടിപ്പൊളിച്ചാണ് ഈ ക്ലീനറെ മുസ്തഫയെ പുറത്തിറക്കാൻ സാധിച്ചത്. ഇയാൾ അതിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളത് വലിയൊരു വേദന തന്നെയാണ്. പക്ഷേ നമ്മൾ നേരത്തെ കണ്ട ഈ റോഡിൻ്റെ ഇരുവശത്തായിട്ടാണ് ഈ ഒരു കോറയിൽ. ഇവിടെ ഈ റോഡിൻ്റെ വശത്താണെങ്കിലും ഈ കോറയിലേക്ക് ഇതുവരെ അപകടങ്ങൾ ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടില്ല. പക്ഷേ ഇവിടെ പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ നടപടികളാണ്. അതായത് ഈ റോഡിന് ആക്സിഡൻറ്റ് സംഭവിച്ച് വാഹനങ്ങൾ ഇവിടേക്ക് വരാതിരിക്കാനുള്ള ഒരു ബാരിയർ, അതേപോലെ സൂചനാ ബോർഡുകൾ, അതേപോലെ കോറികളുണ്ട് എന്നത് കാണിക്കുന്ന സംവിധാനങ്ങൾ തുടങ്ങിയ മുൻകരുതൽ സംവിധാനങ്ങളോട് ഒരുക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. അതൊരു 70-80 അടി ഒക്കെ ആയം തന്നെ ഉണ്ടാവും. അത് ഏറ്റവും കൂടുതൽ ആഴമുള്ള കോറിയാണ്. ആഴമുള്ള എത്ര വർഷം മുമ്പ് അത് അവസാനിപ്പിച്ച് പ്രവർത്തനം? 30 മീതെ നിർത്തിയിട്ടുണ്ടാവും. നിർത്തിയിട്ട് വെച്ച് പോയിട്ട് പോലെ നിങ്ങൾ പറഞ്ഞ അടിയിൽ റോഡൊക്കെ ഉണ്ടെന്നല്ലേ? അത് കല്ലെടുക്കാനുള്ള റോഡ് അടി വരെ പോവാ. ആ പിന്നെ വെച്ചാല് കേറാൻ പറ്റാതാവുമ്പോഴാണ് നിർത്തുന്നത്. പിന്നെ വെള്ളമൊക്കെ ആവും, വർഷത്തിൽ വെള്ളമായ പിന്നെ പറ്റാതാകുമ്പോൾ അത് നിർത്തി വെച്ച് പോയതാണ്. ഇതിൽ വെള്ളം വറ്റലില്ല. അത്ര ആഴത്തിലാണ്. ഒരു പ്രാവശ്യം ഒരു മീനൊക്കെ വളർത്തിയിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വറ്റിച്ചു നോക്കി, എന്നിട്ടും പറ്റിയിട്ടില്ല. എന്നാണെങ്കിലും ഇനിയൊരു അപകടം ഇവിടെ ഉണ്ടാകരുത്. അതിന് എന്താണോ വേണ്ട സംവിധാനം അത് അധികൃതർ ഒരുക്കണമെന്ന ആവശ്യമാണ് ഇവിടെ നിന്ന് ഉയരുന്നത്. എന്നാണെങ്കിലും ദൗർഭാഗ്യവശാൽ സംഭവിച്ച ഒരു അപകടം, അതിൽ നഷ്ടമായത് ഒരു ജീവനാണ്. അതുകൊണ്ട് ഇനിയൊരിക്കലും ഒരു ജീവനും പൊലിയുന്ന സാഹചര്യം ഈ ഒരു മുൻകരുതൽ നടപടി സ്വീകരിക്കാത്തതുകൊണ്ട് ഇവിടെ ഉണ്ടാകരുതെന്ന ആവശ്യമാണ് ആദവനാട് നിന്നും ഉയരുന്നത്. അഖിൽ ഒട്ടുപാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18.